എല്ലാ മൃഗങ്ങളുടെയും ജീവികളുടെയും സൈബത്തൂർ ലയനായാണെങ്കിലും ഓളി മാമൂത്താണേലും ഈ പറയുന്ന ഡൈനോസേഴ്സ് എല്ലാം ആ ഭൂമുഖത്തിന് അപ്രത്യക്ഷമാകുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു ജീവിയാണ് തവള. He witnessed everything. And so he is the only person can say the story of land. ഒരു ജീവിക്ക് പേര് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ജീവി ഭൂമുഖത്തിന് അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫണ്ടിങ് ഇല്ലാതെ ഒരു ഗവേഷണം നടക്കില്ല. കാരണം ഫണ്ടില്ലാതെ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രയാസമാണ്. ഒരു തവളയിലോ പാമ്പിലോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ നമ്മൾ തന്നെ പറയുന്നത് നെഗ്ലക്റ്റഡ് ഗ്രൂപ്പ് എന്നാണ്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കൊന്നും വലിയ സാധ്യതയില്ല. നമ്മുടെ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള ഒരു ചെറിയ സംസ്ഥാനം. ജില്ലകൾ തോറും എയർപോർട്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു. അപ്പോൾ അതിന് വരുന്ന സ്ഥലം വലിയ തണ്ണീർത്തടങ്ങളും ഇല്ലെങ്കിൽ വലിയ വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിന് കൺസർവ് ചെയ്യണം, എങ്ങനെ കൺസർവ് ചെയ്യണം എന്ന് പഠിക്കണമെങ്കിൽ ഒരു ജീവജാലത്തിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കണം. അത് എത്രത്തോളം വിരളമാണ്, എത്രത്തോളം എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ അതിന് ഗവേഷണം വേണം. ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ന് ചെയ്യുന്ന ഗവേഷണം അവരുടെ ജീവജാലങ്ങൾ അവർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിയ രാജ്യങ്ങളാണ്. ഇന്ത്യയെ പോലുള്ളൊരു ട്രോപ്പിക്കൽ രാജ്യം ഇന്നും നമ്മുടെ ജീവജാലങ്ങളുടെ എൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു 45-50% ജീവികളെക്കുറിച്ച് ഇന്ന് നമുക്ക് യാതൊരു വിവരമില്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ. കാസികാപെട്രാക്കസ് മൈനസ് ബിജു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ന് കാണുന്ന ഒരാളാവാൻ സാധ്യത. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നെ അറിയപ്പെടുന്നത് തന്നെ ആ തവളയിലൂടെയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സൂക്ഷ്മ ജീവികൾ, പ്രാണികൾ, ചെറുജീവികളൊക്കെ ഉണ്ടല്ലോ, അത് എത്രത്തോളം പ്രധാനമാണ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വലിയ ജീവികളെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെയൊക്കെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഇതിനെ കാണുന്നത് പോലെ ആയിരിക്കില്ല ഒരു സയൻറ്റിസ്റ്റ് ഇത്തരം പ്രത്യേകിച്ച് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന്. എത്രത്തോളം പ്രധാനമാണ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ, ആവാസ വ്യവസ്ഥയിൽ ഇത്തരം ജീവികൾ? അത് കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മറുപടി ഒരു ശാസ്ത്രീയമായി പറയുന്നതിന് പകരം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം സൂചിപ്പിച്ച് പറയുകയാണെങ്കിൽ, അമ്മ എന്ന് പറയുന്നത് അമ്മയ്ക്കൊരു സാധാരണ വിദ്യാഭ്യാസവും ഒരു പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് മുകളിൽ പഠിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ പേപ്പറിലൊക്കെ എഴുതി ഇല്ലെങ്കിൽ എന്നെക്കുറിച്ചിട്ട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് അമ്മ പറഞ്ഞൊരു വാചകമുണ്ട്, നിനക്ക് വല്ല കടുവയിലോ ആനയിലോ ഒക്കെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഒരു അഭിമാനമായിരുന്നു. ഈ തവളയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ നല്ലത് പറയുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായിരുന്നത്. അപ്പം അത് തന്നെയാണ്. കാരണം ഈ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കും. കാരണം ആ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഒരു ഭീകരമായ ഒരു ഐഡിയ തരുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യമാണ്. കാരണം ജനങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു സാധാരണ ഒരു ആൾക്ക് മനസ്സിലാകാത്ത ഒരു സബ്ജക്റ്റാണ് ഈ ചെറുജീവികൾ എന്ന് പറയുന്നത്. അതിനകത്ത് അത് നമ്മുടെ മാത്രം കുറ്റം കൊണ്ടല്ല. പണ്ട് മുതലേ നമ്മുടെ ഒരു ഏതാണ്ട് ഒരു 180 നമ്മുടെ ഒരു വൈൽഡ് ലൈഫ് ഹിസ്റ്ററി ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ സമയത്തുണ്ടായിരുന്നൊരു ഹണ്ടിങ് ഗെയിംസ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെയാണ് കൺസർവേഷൻ എന്നുള്ളൊരു ഗെയിം പാർക്കുകളാണ് കൺസർവേഷൻ പാർക്കുകളായിട്ട് മാറുന്നത്. ആദ്യം വെടിവെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാർക്കുകളാണ്. നായാട്ടാണ് പ്രധാനപ്പെട്ട എല്ലാ കൺസർവേഷൻ ഹിസ്റ്ററി നോക്കിയാലും മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു വലിയ ജീവികൾ, അതായത് കാരണം വീണ്ടും പേരെടുത്ത് പറയുന്ന കാരണം എനിക്ക് പറയുന്ന എല്ലാ ജീവികളെയും വലിയ ഇഷ്ടമാണ്. ഒന്നിനോടും എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലായ്മയില്ല. പക്ഷേ അത് തന്നെ ഇന്ന് 2024 കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ വലിയ ജീവികൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ റിസോഴ്സസ്, അത് ഫണ്ടിങ് എല്ലാം പ്രധാനമായിട്ടും ചാനലൈസ് ചെയ്യുന്നത് അത്തരം ജീവികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ല ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ചെറുജീവികളെ പലപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു മെയിൻ സ്ട്രീം ഒരു കൺസർവേഷനോ ഇല്ലെങ്കിൽ അത് വളരെ മോശപ്പെട്ടൊരു ജീവികളില്ലെങ്കിൽ അതിന് ആവശ്യമില്ലാത്ത ജീവികൾ, അത് നമ്മുടെ മാത്രം കുറ്റം കൊണ്ടല്ല, അത് മൊത്തത്തിലുള്ളൊരു പോളിസി, ആൾക്കാരുടെ മാത്രം ഒരു കരിസ്മാറ്റിക് അനിമലിനെ കാണുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പഠിക്കുക, അവരെ മാത്രം വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊരു റെഗനേഷൻ്റെ ഭാഗമുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് നമ്മളൊക്കെ ഒരു ലാബ് ഉണ്ടാക്കിയിട്ട് നമുക്കെല്ലാം വളരെ ആശങ്കയുണ്ടായിരുന്നു. കാരണം കുട്ടികളൊക്കെ നമ്മുടെ പഠനത്തിലേക്ക് വരുമെന്നുള്ളത്. കാരണം അന്നെല്ലാം ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന 1-2 സിറ്റികളിൽ മാത്രം വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു പേരെടുത്ത് പറയേണ്ടതല്ല, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാറി ചെറുജീവികളിലേക്ക് ഇപ്പോൾ ഒരു നല്ല ട്രാൻസ്ഫോർമേഷനാണ്. കാരണം ഇന്ന് സന്തോഷമെടുത്ത് പറയാൻ പറ്റുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വർക്ക് ചെയ്യപ്പെടുന്നത്, കേരളത്തിനെ വെച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ വിശാലമായിട്ടുള്ളൊരു എന്താ പറയുക അത്തരത്തിലുള്ളൊരു ഗവേഷണത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് ഈ കഴിഞ്ഞൊരു 4 വർഷത്തെ പബ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ
കാരണം ഈ പറയുന്ന ഇൻസെക്റ്റുകളിലും ലിസാർഡ്സിലും റെപ്റ്റൈൽസിലൊക്കെ നടക്കുന്ന ഗവേഷണം. അതുകൊണ്ട് ചെറുജീവികൾ അങ്ങനെ ഇപ്പോഴൊരു നെഗ്ലക്റ്റഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഒരു സംശയം ചോദിക്കുകയാണ്, ഇതിന് എവല്യൂഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ പഠനങ്ങൾ മുഴുവൻ മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ എവല്യൂഷൻ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാവുന്നത് വലിയ ജീവികളിലാണോ, ഈ മാറ്റം മനസ്സിലാവുന്നത് ചെറുജീവികളിലാണോ? അല്ല, എവല്യൂഷനെ രണ്ട് രീതിയിലാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. എവല്യൂഷൻ പലപ്പോഴും നമുക്കൊരു ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുന്ന തന്മാത്രകളിലോ ഇല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു വളരെ അക്യുമുലേറ്റഡ് ഫോമാണ് ഒരു മോർഫോളജിയിൽ ബാഹ്യമായിട്ട് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ലോങ് പ്രോസസ്സാണ്, വളരെ സ്ലോ ആയിട്ട് സംഭവിക്കും. ചില സാധനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കും. അത് ഒരു കാരണവശാലും വലിയ ജീവികളിലല്ല, മറിച്ച് ചെറുജീവികളിലാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സിലായിരിക്കും ഒരു പക്ഷേ എവല്യൂഷൻ്റെ റേറ്റ് അങ്ങനെ ഒരു കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അതിനായിരിക്കും കൂടുതൽ സാധ്യതയുള്ളത്. അതിനെയും നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ പോപ്പുലേഷൻ ജെനറ്റിക്സ് പോലുള്ള ശാഖകൾ വെച്ചിട്ട് ഒരേ സ്പീഷീസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പോപ്പുലേഷൻ, അതായത് ഇന്ന് ഇവിടെ കാണുന്ന ഒരു പോപ്പുലേഷനല്ല വേറൊരു ഇതേ സ്പീഷീസിൻ്റെ വേറൊരു രാജ്യത്തോ ഇല്ലെങ്കിൽ വേറൊരു 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ളൊരു പോപ്പുലേഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന പോപ്പുലേഷനിൽ വരുന്ന മാറ്റങ്ങൾ ഒരു പക്ഷേ ഭാവിയിൽ അത് ഒരു പുതിയ സ്പീഷീസ്, അങ്ങനെ ഒരു ഇത് പറയുന്നത് വളരെ എളുപ്പം പറയുന്നതാണെങ്കിലും അത്രയും എളുപ്പമല്ല. അത് വളരെ സങ്കീർണമായ മാറ്റങ്ങളിലൂടെ സൂക്ഷ്മജീവികളിലും അതായത് ചെറിയ ജീവികളിലാണ് ഏറ്റവും കൂടുതൽ. നട്ടിലുള്ള ജീവികളിൽ പരിണാമം ഒരു പരിധി വരെ സ്ലോ ആയിട്ടാണെന്നാണ് ഒരു ജനറലൈസ് ചെയ്യപ്പെടുന്ന ഒരു വ്യൂ. പക്ഷെ അതല്ല, പക്ഷെ ചില നട്ടിലുള്ള ജീവികളും വളരെ ഫാസ്റ്റായിട്ട് ഇവോൾവ് ചെയ്യും. ഈ തവളകൾ തന്നെ വളരെ എക്സാമ്പിളാണ്. കാരണം ചില തവളകൾ വളരെ പെട്ടെന്ന് ഇപ്പം മരത്തവളകളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് റേഡിയേഷൻ, അതായത് ഭയങ്കര ഫാസ്റ്റായിട്ട് അതിനെ ഒരു യോൾവ് ചെയ്യുകയും അതിനെ വേറൊരു കോളനൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ജെനറ്റിക്സിന് വളരെ ഈ തന്മാത്രകൾ ഉപയോഗിച്ചുള്ള പഠനത്തിന് വളരെ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മളൊരു ചെറുജീവികളുടെ പരിണാമം പഠിക്കലാണ്. കാരണം നമ്മളൊരു മാക്രോ എവല്യൂഷണറി സിസ്റ്റത്തിനകത്ത് എപ്പോഴും എന്തുകൊണ്ടാണ് അതിലേക്കൊരു ഇൻട്രസ്റ്റ് വരാൻ കാരണം, ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാമെന്ന് തീരുമാനിക്കുന്നത്? അല്ല, അതുകൊണ്ടല്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു 25 വർഷത്തിന് മുമ്പുള്ള ടാക്സോണമി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 30 വർഷം ഞാൻ പറയുന്നത് ഇന്ത്യയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് നടന്നു പോയിരുന്നത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ്. അതിന് പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരേ കാലാവസ്ഥയിലും ഒരേ ഭൂപ്രകൃതിയിലും ജീവിക്കുന്ന രണ്ട് വ്യത്യസ്ത വർഷങ്ങളിൽ ഇവോൾവ് ചെയ്തിട്ടുള്ള രണ്ട് ജീവജാലങ്ങൾക്ക് ഒരേ ആവാസ വ്യവസ്ഥയിൽ താമസിക്കുന്നതിൻ്റെ പേരിൽ കാണാൻ ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെല്ലാം ഒന്നാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു 25 വർഷത്തിന് ശേഷം 18-20 വർഷമായിട്ടുണ്ടാവും ഈ മോളിക്യൂൾസ് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ളൊരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള അതിൽ ഒരു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊരു തുടക്കം കുറിക്കുന്നത് ഞാനടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ശ്രീലങ്കയിലെയും വ്യത്യാസം അത് കാരണം അതൊക്കെ 2002 കാരണം അന്ന് വരെ ലോകത്തെല്ലാവരും വിചാരിച്ചിരുന്നത് ശ്രീലങ്കയിലുള്ള ജീവജാലങ്ങളും അത് തന്നെയാണ് വെസ്റ്റേൺ ഗട്ട്സിൽ കാണാൻ ഒരുപോലെ ഇരിക്കും. എല്ലാം പച്ച കളറാണ് അല്ലെങ്കിൽ ബ്രൗൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള തവളകളെ വെച്ചിട്ട് അവർ പറഞ്ഞു മത്സ്യങ്ങളെയും തവളകളെയും സിസിലിയൻസും റെപ്റ്റൈൽസിനെ 3-5 ഗ്രൂപ്പ് എടുത്തിട്ട് പഠിച്ചിട്ട് സയൻസ് എന്ന് പറയുന്ന ജേണലിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു 2004-ലോ 2003-ലോ ആണ്. അതൊരു ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു സർപ്രൈസിങ് ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് സയൻസ് പബ്ലിഷ് ചെയ്തത്. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ആ മുനമ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ 100 കിലോമീറ്ററിന് താഴെയുള്ള അതായത് ലോ ടൈഡ് സമയത്ത് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തുണ്ടാവുന്ന രണ്ട് സ്പീഷീസുകളുടെയും കൂടെ എല്ലാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്ന അങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നത് ഒരു വലിയൊരു വിപ്ലവകരമായ ആ ചിന്തയിൽ നിന്നാണ് പിന്നെയാണ് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേറ്റീവ് സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമി ബാഹ്യമായിട്ടുള്ള ഒരു കടുവയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കടുവയുടെ സ്ട്രൈപ്പുള്ള കളറും അങ്ങനെ വെച്ചിട്ട് മാത്രമല്ല, ഇപ്പോൾ തന്നെ നമ്മൾ ഈ ആനകളും ഏറ്റവും ആനകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആനകൾക്ക് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവുമെന്ന് ആർക്കും വിചാരിച്ചിട്ടില്ല. പക്ഷേ മലേഷ്യയിലെ കാടുകളിൽ കാണുന്ന ആനകൾ ഒരു പുതിയ സസ്പീഷ്യസ് ആയിട്ട് അതിനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ആനകളുടെ ബാഹ്യമായിട്ടുള്ളൊരു ക്യാരക്ടർ വെച്ചിട്ടല്ല, മറിച്ച് അതിൻ്റെ ജെനറ്റിക്സ് പോലുള്ള അതിന് സൂക്ഷ്മമായിട്ടുള്ള ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പഠനത്തിൻ്റെ പേരിലാണ് അങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റിയത് ഒരു നിമിത്തമാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഞാനടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ത്യയിൽ
ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു വേറൊരു തലത്തിലേക്ക്, അതായത് ബാഹ്യമായിട്ടുള്ളൊരു പഠനം മാത്രമല്ല, മറിച്ച് അതിനകത്ത് വരുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനമാക്കി വർഗീകരണ ശാസ്ത്രത്തിനെ ഒരു ദിശയിലേക്ക് മാറ്റിവിട്ടതിന് എനിക്കൊരു ചെറിയൊരു റോളും, ഒപ്പം തന്നെ എന്നെ പോലുള്ള കുറേ ആൾക്കാർ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാകും. കാലാവസ്ഥയെ പറ്റി പറയുന്ന സമയത്ത് കാലാവസ്ഥയ്ക്ക് അതിരില്ല എന്ന് പറയുമല്ലോ. നമ്മൾ കാലാവസ്ഥ ശാസ്ത്രീയമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും യൂറോപ്പിൽ ഇരുന്നിട്ടും ഇന്ത്യയിൽ ഇരുന്നിട്ടും ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഇതിന്. അതുപോലെ തന്നെയാണോ ഈ ജീവിശാസ്ത്രം എന്ന് പറയുന്നത്? നമ്മൾ ഈ അതിരുകൾ വെച്ചിട്ട് ആണോ ഇത്, അതോ ഒന്നിച്ചുള്ളൊരു സംഗതിയാണ്? അങ്ങനെയാണോ നടക്കുന്നതും ശാസ്ത്രലോകത്ത്? അങ്ങനെയാണ് നടക്കേണ്ടത്, പക്ഷെ അങ്ങനെയല്ല നടക്കുന്നത്. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം, നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിലെ തവളകളെ കുറിച്ചിട്ടോ പാമ്പുകളെ കുറിച്ചിട്ടോ ഇല്ലെങ്കിൽ ശലഭങ്ങളെ കുറിച്ചിട്ടോ പഠിക്കാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് വേറൊരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു അതിർത്തി കടന്നു പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ തന്നെയാണ് അത് ഭയങ്കരമായിട്ട് 95% ജീവജാലങ്ങൾ ഇവിടെ മാത്രം കാണുന്നത്, ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് കാണാത്തതാണ്. പക്ഷേ നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ഏറ്റവും വലിയൊരു ജൈവ കലവറയാണ്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിനേക്കാളും ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മേഘാലയ എന്നൊക്കെ പറയുന്നത് ആ കാടുകളുടെ ഒരു വിസ്തീർണം മാത്രമല്ല അതിൻ്റെ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, അവിടെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യയിലെ ജീവജാലങ്ങളെ മാത്രം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ലാവോസും കംബോഡിയയും വിയറ്റ്നാം, തായ്ലൻഡ്, ഈവൻ മ്യാൻമാർ, ചൈന, ഇത്രയും കൺട്രികളുടെ അവിടെയുള്ള തവളകളും അല്ലെങ്കിൽ അവിടെയുള്ള പാമ്പുകളും അവിടെയുള്ള ഉരകങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു അതിർത്തി വെച്ചിട്ടൊരു പഠനം ഒരു പരിധിവരെ കഴിയില്ല. അതിനിപ്പോഴും നമുക്ക് സാധാരണ ഒരു പണിതിനേക്കാളും കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മളൊരു എന്താ പറയുന്ന പരസ്പരം കൊളാബറേഷനിലോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയയും ഒക്കെ എക്സ്ചേഞ്ച്, അങ്ങനെ മാത്രം. അതൊരു ക്ലൈമറ്റ് ചേഞ്ചിൽ മാത്രമല്ല, ഏതൊരു ഫണ്ടമെൻ്റൽ സയൻസിലും നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു ബ്രോഡ് ആയിട്ടുള്ളൊരു കൊളാബറേറ്റീവ് റിസർച്ചാണ്. അതിന് ആ റിസർച്ചിനകത്ത് വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ഗട്ട്സിലും നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള ജീവജാലങ്ങളുടെ ഒരു വർഗീകരണ ശാസ്ത്രത്തിനെ ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോഴും അതിർത്തി വിട്ട് പുറത്തേക്ക് അങ്ങനെ ഒരു സാധ്യത കിട്ടിയ ഭാഗ്യമുള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ, ഞാൻ ഇന്തോനേഷ്യ പോലുള്ള വളരെ സങ്കീർണമായ ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ, അവിടെയുള്ള ശാസ്ത്രജ്ഞരോടൊപ്പം വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, കാരണം നമ്മൾ ഒന്നുകൂടെ കുറച്ച് ലെന്തിയാണെങ്കിൽ നമ്മുടെ നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, നിക്കോബാർ ഐലൻഡിൻ്റെ ജൈവജാലങ്ങളുടെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് സുമാത്ര എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ഐലൻഡിലുമായിട്ടാണ്. അവിടെ നിന്നും ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്ന അവസാനത്തെ ഒരു ഐലൻഡിൽ നിന്ന് അവരുടെ ഒരു അതിർത്തിയിലേക്ക് ഏകദേശം ഒരു 140-180 കിലോമീറ്ററിൻ്റെ അപ്രോക്സിമേറ്റ്ലി അങ്ങനെ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പുതിയ സ്പീഷീസ് നമ്മൾ കഴിഞ്ഞ ഒരു നക്കവാരം എന്ന് പറഞ്ഞിട്ട് മൈക്രോഹൈല നക്കവാരം എന്നാണ് അതിന് പേര് കൊടുത്തത്. അപ്പോൾ നക്കവാരം എന്ന് പറയുന്നത് ഈ നേക്കഡ് പീപ്പിൾ അന്ന് പണ്ട് നമ്മളൊന്നും കൊടുത്ത പേരല്ല അത്. നക്കവാരം എന്നുള്ള ആ ഐലൻഡ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാര്യം അവിടെയുള്ള നേക്കഡ് പീപ്പിൾ എന്ന് പറയുന്ന മീനിങ്ങോട് കൂടിയാണ്. അപ്പോൾ അത് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഇന്തോനേഷ്യയിലെ സുമാത്രയും ജാവയും, സുമാത്ര പോലുള്ള അവിടെ കൊണ്ടാണ്. ഈ ഒരു തവള ഇപ്പം നമ്മൾ നക്കവാരം എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് ഈ അടുത്ത കാലത്ത് അവരുടെ സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിർവരമ്പുകൾ ഒരിക്കലും ശാസ്ത്രത്തിന് യാതൊരുവിധ നമുക്കങ്ങനെ വെക്കാൻ പറ്റില്ല. കാരണം ഈ തവളകൾ പൊളിറ്റിക്കൽ ബൗണ്ടറി നമ്മുടെ മാത്രമാണ്. കാരണം തവളകൾക്കോ ഈവൻ പാമ്പുകൾക്കോ പക്ഷികൾക്കോ പോലും പൊളിറ്റിക്കൽ ബൗണ്ടറി എന്ന് പറയുന്നത്, പക്ഷികൾ പക്ഷെ പറന്നു പോകാൻ പറ്റും, പക്ഷെ തവളകളെ പോലെ ചാടി മാത്രം പോകാൻ പറ്റുന്നൊരു ജീവജാലങ്ങൾക്ക് പോലും അതിർവരമ്പുകൾ, ഇതൊന്നും ഇന്ന് കാണുന്ന തവളകളല്ല. ഇത് അതായത് ഏതാണ്ട് 400 മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ടുള്ള എവല്യൂഷൻ്റെ ഭാഗമായി വന്ന കരയിലെ ആദ്യ നട്ടലുള്ള ജീവിയാണ് തവളകൾ. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് പറയാൻ പറ്റുന്നത്, തവളയുടെ കഥ പറയുകയാണെങ്കിൽ ഭൂമിയുടെയും കൂടെ ഒരു കഥയാണ്. കാരണം ഭൂമിയുടെ ഉടമസ്ഥർ നമുക്ക് പറയാൻ പറ്റുന്നത് നട്ടലുള്ള ജീവികൾ വെച്ച് നോക്കുകയാണെങ്കിൽ തവളകളാണ്. ഏതാണ്ട് 400 മില്യൺ. അന്ന് ഈ തവളകളെല്ലാം പലയിടത്തായിട്ട് വന്ന് പലയിടത്തേക്കായി പോയി, വീണ്ടും എക്സ്റ്റെൻഡ് ആയി, പിന്നെ അങ്ങനെ പരിണാമത്തോട് 400 മില്യൺ ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന വെറൈറ്റി ഓഫ്. കാരണം അതുകൊണ്ട് തവളകൾക്ക് അതിർവരമ്പുകളില്ല, മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെയാണ്. കാരണം പല ജീവജാലങ്ങളും പല കോണ്ടിനെൻസുമായിട്ട്, ഈവൻ ആഫ്രിക്കയുമായിട്ട്, സീഷൽസുമായിട്ട്, മെഡഗാസ്കറുമായിട്ടുള്ള
വളരെ അഫിനിറ്റിയുള്ള പല ജീവജാലങ്ങൾ ഇന്ത്യയിൽ ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിർവരമ്പുകൾ ഒരിക്കലും നമ്മൾ നിർണ്ണയിക്കപ്പെടുന്നത് ഒരു ശരിയായ ഒരു കാഴ്ചയല്ല. അത് പണ്ട് നമ്മുടെ പല റൂളുകളെല്ലാം നമുക്ക് വളരെ റിജിഡാണ്. കാരണം നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് കൊളാബറേറ്റ് ചെയ്യാനും റെസ്ട്രിക്ഷൻ ഉണ്ടാകും. പക്ഷേ ഇതൊരു പരിധി വരെ നല്ലതല്ല. നമ്മളെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരുടെയും സഹായം വേണ്ടുന്ന ഒരു മേഖലയാണ് ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ വർഗീകരണവും ഈ എവല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എവല്യൂഷൻ നമ്മൾ പഠിക്കുന്നത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല. എവല്യൂഷൻ ഇപ്പോൾ ഇന്ത്യയിലല്ല ലോകത്ത് പഠിക്കുന്നത് മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സാധ്യത വരികയാണെങ്കിൽ നമുക്കെപ്പോഴും മറ്റ് രാജ്യങ്ങളുടെ ജീവജാലങ്ങളുടെ ജനറ്റിക് മെറ്റീരിയൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഈ പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഒക്കെ വന്നതോടുകൂടി ഇത് ഭയങ്കര റെസ്ട്രിക്റ്റഡായി. കാരണം ഇന്ത്യയിലുള്ള ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഗവേഷണം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം മാത്രമല്ല, വളരെ കർക്കശമായിട്ടുള്ള നിയമമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അതിന് ആർഗ്യുമെൻ്റ് പലതും ഉണ്ടാവുമെങ്കിൽ തന്നെ അതൊരു പരിധിവരെ ഈ അക്കാഡമിക് ശാസ്ത്ര ശാഖകളെ വല്ലാണ്ട് ബാധിക്കപ്പെട്ട് അതിനെക്കുറിച്ചൊരു വലിയ ഡിബേറ്റ് നടക്കുന്ന സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് അതിർവരമ്പുകൾ വെച്ചിട്ട് ഒരു വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി പോലുള്ള അല്ലെങ്കിൽ എവല്യൂഷൻ പോലുള്ളൊരു സാധ്യത വളരെ പ്രശ്നമായിരിക്കും. നമുക്ക് അത്യാവശ്യം ബൗണ്ടറി കഴിഞ്ഞ് പരസ്പരം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. അത് ചൈനയോട്ടൊക്കെ പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല. അതൊരു വലിയൊരു പ്രശ്നം. കാരണം നമ്മുടെ പല സംസ്ഥാനങ്ങളും ചൈനയുടെ മാപ്പിലാണ്. ചൈന ആ രാജ്യത്ത് നോർത്ത് ഈസ്റ്റ്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ഒരു 4 വർഷത്തിന് മുമ്പ് ഒരു തവളയെ അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തുകയും അത് അവിടെ പോകുമ്പോഴത്തേക്ക് അവർക്ക് ആ രാജ്യത്തിൽ ആ സ്റ്റേറ്റിന് ഒരു പേരുണ്ട്. ആ പേരിൽ ചൈനയിലാണ് കാണിക്കുന്നത് അതിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു വളരെ സങ്കീർണമായ ഒരു പ്രശ്നമുണ്ട്. കാരണം അവർക്ക് നമുക്ക് ഒരിക്കലും ചൈനക്കാരുമായിട്ടൊരു കൊളാബറേഷനോടുകൂടി ഒരു മാപ്പ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മാപ്പിന്റെ ബൗണ്ടറി അല്ല അവരുടെ മാപ്പിന്റെ ബൗണ്ടറി. അപ്പോൾ അവർക്കും പ്രശ്നമുണ്ട്, നമുക്കും പ്രശ്നമുണ്ട്. അപ്പം ഈ അതിർവരമ്പുകൾ സൂക്ഷ്മമാണ്. അതിർവരമ്പുകളിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചോ ഇല്ലെങ്കിൽ പറയുന്ന വലിയ പ്രാക്ടിക്കൽ ശാഖകൾക്ക് മാത്രമല്ല, ഈ പറയുന്ന ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഭീകരമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രോസസ്സാണ്. കാരണം നമ്മളൊക്കെ അതിനകത്ത് പലപ്പോഴും വലിയ പബ്ലിക്കേഷനെല്ലാം ഇല്ലാതെ വരുന്നത് കൊളാബറേഷൻ്റെ സാധ്യതയില്ലാത്തതിൻ്റെ പേരിലാണ്. കാരണം ഒരു ചെറിയ ജേർണലിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല, വലിയൊരു ജേർണലിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് ഒരു പബ്ലിക്കേഷൻ ഒരു ചെറിയ ജേർണലിലേക്ക് ചുരുങ്ങുന്നത് ഇത്തരത്തിൽ റെസ്ട്രിക്ഷൻ ഉള്ളതിൻ്റെ പേരാണ്. കാരണം നമുക്ക് അവരുമായിട്ട് ഒരു ഓപ്പൺ കൊളാബറേഷനിൽ വരാൻ പറ്റും. പക്ഷെ ഒരു പരിധി വരെ നല്ലതാണ് ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഒരു ഗവേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു ബാരിയറിനെ ഒരു കാരണവശാലും അത്തരത്തിൽ വളരെ റിജിഡായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം അത് പൊളിറ്റിക്കൽ സൈഡ് ഈസ് ഡിഫറെൻ്റ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി. പക്ഷേ യൂറോപ്പിലുള്ള ആൾക്കാരും അമേരിക്കയിലുള്ള ആൾക്കാരും അതിനെ ഓവർകം ചെയ്യുന്നുണ്ട്. ഡിപ്ലോമസിയോടുകൂടി മറ്റു കാര്യങ്ങളോട് അവരെല്ലാം വർക്ക് ചെയ്ത് അങ്ങനെയാണ്. കുറെ ഈ വെറൈറ്റി തവളകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴേ ദിനോസറുകൾക്കൊപ്പം ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന സംഭവങ്ങളെ വീണ്ടും നമ്മൾ കണ്ടെത്തിയെന്നും അതിന്റെ വർഗീകരണം നടത്തിയതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളും സംഗതികളൊക്കെ കാണുന്നത്. അപ്പൊ ദിനോസറുകളുടെ ഒക്കെ ഫോസിൽസ് നമുക്ക് പിന്നീട് ഈ തവളകളുടെ ഇത്ര വെറൈറ്റിയും ഇത്ര ചെറുതും ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ അന്നുണ്ടായിരുന്നു എന്ന് ഇന്ന് ഇരുന്നിട്ട് നോക്കുമ്പോൾ എങ്ങനെയാ മനസ്സിലാവുന്നത്? അല്ല, അതിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ പ്രസന്റിൽ ഉപയോഗിക്കുന്നത് മോളിക്യൂൾസ് ആണ്. നമ്മൾ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഫോസിലുകളാണ്. അപ്പം നമുക്ക് എല്ലാ ജീവജാലങ്ങളുടെയും ലിങ്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ഈ പറയുന്ന 400 മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് ഒരു ഗോണ്ട്വാന നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 450 അല്ലെങ്കിൽ 550 മുതൽ 600 മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ടുള്ള ആ ഒരു മാറ്റം. ഈ സമയത്ത് ആൾക്കാർ പല ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. കാരണം ഭീകരമായിട്ടുള്ള ചൂട്, തണുപ്പ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഫോസിലൈസ് ചെയ്യപ്പെടുന്ന ജീവികളുണ്ട്. ഈ ഫോസിലൈസ് ചെയ്യപ്പെടുന്ന ജീവികൾ ആണ് അതൊരു വിൻഡോ ആണ്. നമ്മൾ ഭൂതകാലം കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജനലാണ് ഒരു ഫോസിൽ എന്ന് പറയുന്നത്. ഈ ഫോസിൽ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്ന 400 മില്യൺ കാരണം ഈ അടുത്ത് തന്നെ ഒരു മത്സ്യവും അല്ലെങ്കിൽ തവളയും തമ്മിലുള്ളൊരു ലിങ്കായിട്ട് കണ്ടുപിടിക്കപ്പെട്ട കാനഡയിൽ നിന്നൊക്കെ കണ്ടുപിടിക്കപ്പെട്ട ഫോസിലുകളാണ് ഒരു പരിധി വരെ നമുക്ക് മെക്സിക്കോയിൽ നിന്ന് ഒക്കെ കിട്ടുന്ന അടുത്ത് ഇസ്തിയോസോറസ്, അങ്ങനെ കുറേ ഫോസിലുകളുടെ ഒരു ശൃംഖലയുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല മാർഗം. പക്ഷെ അത് പലപ്പോഴും ഈ വലിയ ജീവികൾക്ക് ഇപ്പോഴും ഉണ്ടാവും. കാരണം ഈ പുതിയ ഡൈനോസർ സ്പീഷീസുകൾ എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ചെറിയ ജീവികൾക്ക് ഫോസിലുകൾ വളരെ പ്രശ്നമാണ്.
അപ്പോൾ ഈ കാരണം എനിക്ക് തോന്നുന്നു തവളകളുടെ ഫോസിൽ വളരെ കുറവാണുള്ളത്. ആ സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മോളിക്യൂൾസിനെയാണ്. അപ്പോൾ നമ്മൾ ഒരു തവളയുടെ ഒരു ഫോസിൽ വെച്ചിട്ട് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എത്ര മില്യൺ ഇയേഴ്സിന് മുമ്പാണ് അത് ജനിച്ച് അപ്രത്യക്ഷമായി പോയത്. ആ കാലിബ്രേഷൻ പോയിന്റ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടൊരു മോളിക്കുലർ ക്ലോക്ക് ഉണ്ടാക്കി നമ്മളതിനെ ഡിഫറെൻറ്റ് സോണായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഓരോ മീസോസോയിക് ഓരോ ഇറയിലും കാലത്തിലുണ്ടായിരുന്ന ഒരു ടെർഷറി ക്വാർട്ടറി, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു മാപ്പുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ പറയുന്നത് ഈ എവല്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം ഇത്ര മില്യൺ, അതായത് നാസിക ബെട്രാക്കസിന് നമ്മൾ പറയുന്നത് ഇത് സീഷെൽസും ഇന്ത്യയും സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 60 മില്യൺ ഇയേഴ്സിന് മുമ്പാണെന്ന് പറയാൻ പറ്റുന്നത്. ആ സ്പ്ലിറ്റ് വരുന്നത് ഈ പറയുന്ന മോളിക്കുലർ ട്രീയുടെ കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റവും നല്ലത് ഫോസിൽ തന്നെയാണ്. ഫോസിൽ തന്നെയാണ് കാരണം ഭൂതകാലം പറയാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടത്. പക്ഷെ അതില്ലാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഫോസുകളെ കാലിബ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടൈം സ്കെയിൽ ഉപയോഗിച്ച് മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടാണ്. അത് വളരെ സങ്കീർണമായൊരു എന്താ പറയുക, അത്രയും നമുക്ക് സങ്കീർണമല്ലെങ്കിലും ഒരു സാധാരണക്കാരന് വളരെ ആലോചിക്കുമ്പോഴത്തെ, പക്ഷെ ഇത് കൃത്യമായിട്ടല്ലെങ്കിൽ തന്നെയും ഈ നമ്മുടെ ഈ പറയുന്ന എവല്യൂഷൻ പറയുന്നത് അപ്രോക്സിമേറ്റ് നമ്മൾ സമയം പറയുന്നത് 10 മിനിറ്റ് 10 സെക്കൻഡ് ഒക്കെ പറയാൻ പറ്റുമെങ്കിൽ ഈ എവല്യൂഷൻ പറയുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ അത് പറയുമ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി ഇൻ ബിറ്റ്വീൻ 350 to 400 അല്ലെങ്കിൽ 450. അപ്പോൾ 100 മില്യൺ എപ്പോഴും ഒരു ബഫറാണ്. ഇതാണ് അതിൻ്റെ ഒരു മാറ്റം. അപ്പോൾ 100 മില്യൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ വിശാലമായ ഒരു ഗ്യാപ്പ് ആണെങ്കിൽ തന്നെയും ഈ ഗ്യാപ്പിന് നമുക്ക് പ്രവചിക്കാൻ പറ്റും. അതിന് മോളിക്യൂൾസ് വളരെ തന്മാത്രകൾ, നമ്മുടെ തന്മാത്ര മോളിക്കുലർ ഫൈലോജനി എന്ന് പറയുന്നത്, അതിന് ഡേറ്റിംഗ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു പല സോഫ്റ്റ്വെയറിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അവസാനം നമുക്കൊരു ട്രീ കിട്ടും. അതിൻ്റെ മോളിക്കുലർ ട്രീ എന്ന് പറയും. അത് നമ്മൾ ഡേറ്റിംഗ് എസ്റ്റിമേഷനിലോടുകൂടി നമ്മൾ ഏതെല്ലാം കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള ലീനിയേജുകളാണ് ഈ കാണുന്ന സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട്, ആ സ്പീഷീസ് ഇവോൾവ് ചെയ്തത് ഇത്ര മില്യൺ ഇയേഴ്സിന് മുമ്പാണ്, ഇല്ലെങ്കിൽ ഈ മില്യൺ വളരെ ചുരുക്കം. അതാണ് നമ്മൾ പറയുന്നത്. ചെറിയ മരത്തവളകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട്, അതായത് ഒരു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു 100 മില്യൺ അല്ലെങ്കിൽ ഒരു 80 മില്യൺ ഇയേഴ്സിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇവോൾവ് ചെയ്ത തവളകളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് തവളയാണ് നമ്മൾ ഈ മരത്തിൽ കാണുന്ന ചെറിയ ഏറ്റവും ഭംഗിയുള്ള, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും വലിയൊരു ജനറാണ്. കാരണം ഒരു ഏതാണ്ട് 120ഓളം സ്പീഷീസുകളുള്ള വെസ്റ്റേൺ ഗട്ട്സിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നൊരു. അത് കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ചൈന, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന, മരങ്ങളിൽ മാത്രം, അതിൽ ചെടികളിൽ മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ ജീവിയാണ്. അപ്പം ഇതാണ് ഈ മോളിക്കുലർ ഡേറ്റിംഗ് എസ്റ്റിമേഷനും ഫോസിലും തമ്മിലുള്ളൊരു കണക്ഷൻ വരുന്നത്. ഫോസിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ റിലേ ചെയ്യുന്നതും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും തന്മാത്ര മോളിക്കുലർ ക്ലോക്കിലൂടെയാണ്. ഈ നാസിക ബെട്രാക്കസ് സഹ്യാദ്രിസിസ് അല്ലേ, അതിൻ്റെ പേരും രസമാണ്. അതിനെ പറ്റിയുള്ള വീഡിയോകളും കണ്ടിട്ടുണ്ടായിരുന്നു. ആ കണ്ടുപിടുത്തം നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്തം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു ജീവിയും കൂടിയിട്ടാണ്. എങ്ങനെയാണ് അതിലേക്ക് നാസിക ബെട്രാക്കസിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട ആ ഒരു? നാസിക ബെട്രാക്കസ് എന്ന് പറയുന്നത്, കാരണം ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു പറയാൻ വേണ്ടി പറയുന്നില്ല. ഈ കണ്ടുപിടുത്തങ്ങൾ ഒരിക്കലും നമ്മളൊരു തീരുമാനമെടുത്ത് പോയി കണ്ടുപിടിക്കലല്ല. ഇത് കണ്ടുപിടുത്തങ്ങൾ ഭയങ്കര ഒരു യാദൃച്ഛികമെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കണം. കാരണം അതാണ് ഈ ലോകത്തുള്ള എനിക്ക് തോന്നുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും, ഈ പറയുന്ന നോബൽ പ്രൈസ് കിട്ടുന്ന കണ്ടുപിടുത്തങ്ങൾ ഒരുപക്ഷെ രാവിലെ ഞാൻ ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സാധനം. അപ്പം നാസിക ബെട്രാക്കസിന് വലിയൊരു കഥയുണ്ട്. നാസിക ബെട്രാക്കസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ലോകത്തിൻ്റെ എല്ലാ മാധ്യമങ്ങളും അതിനെ വളരെ ആഘോഷമായിട്ട് 200 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഈ സെഞ്ചുറിയിൽ ആദ്യമായിട്ടൊരു പുതിയ ഫാമിലിയെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു എല്ലാവരും വൺസ് ഇൻ എ സെഞ്ചുറി ഫൈൻഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കണ്ടുപിടുത്തമൊന്നുമല്ല, ഇത് എന്ന് പറയുന്നത് പണ്ട് മുതലേ ആൾക്കാർക്ക് അറിയാവുന്ന ഇടുക്കിയിലുള്ള ഒരു ജീവിയാണ്. അപ്പം പാറത്തവള, അങ്ങനെ പക്കം കുറേ പേരുകളുണ്ട് ഇതിനകത്ത്. ഇന്ത്യ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ട്രൈബ്സിന് ഇതിന് പല പല പേരുകളുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ജീവൻ ഉത്ഭവിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിന് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഇത്ര തന്മാത്രകൾ കൂടിയാണ് വെള്ളമെന്ന് പറയുന്നതാണ് അതിൻ്റെ കണ്ടുപിടുത്തം. അല്ലാതെ വെള്ളം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും അല്ല എന്ന് പറയുന്നതല്ല. കാരണം തവളയെ കണ്ടുപിടിക്കൽ ഈ തവളയൊന്നും ഞാൻ പോയിട്ട് ഉണ്ടാക്കി കണ്ടുപിടിക്കുന്നതല്ല, അവിടെ ഉള്ള തവളകളാണ്. ആ തവളകളെ ശാസ്ത്രീയമായി കണ്ടെത്തുകയും അതിന് പേര് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിന് പറയേണ്ടത്. അല്ലാതെ ഇത് പുതിയൊരു തവളയെ കണ്ടെത്തുക എന്നുള്ളത് അവിടെ ഉള്ള സാധനം. രണ്ടാമത്തെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ
എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ജീവിതം തന്നെ ഞാനിന്ന് ഈ ഒരു അവസ്ഥയിലെത്താനുള്ള എന്നെ ഏറ്റവും വലിയൊരു ഒരു ഒരു നിമിത്തം നാസിക പെട്രാക്കേസാണ്. നാസിക പെട്രാക്കേസ് മൈനസ് ബിജു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഒരാളാവാൻ സാധ്യത. കാരണം എന്നെ കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നെ അറിയപ്പെടുന്നത് തന്നെ ആ തവളയിലൂടെയാണ്. അപ്പോൾ അത് കണ്ടെത്തിയത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഇടുക്കിയിലുള്ളൊരു തട്ടക്കാടുള്ള ഒരാൾ ഇങ്ങനെ കിണർ കുഴിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു തവള. അന്ന് നമ്മൾ ഈ മോട്ടോർ സൈക്കിളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളാണ് കാരണം തവള. അപ്പോൾ അന്ന് എനിക്ക് ആൾക്കാർക്ക് തന്നെ അറിയാം. അപ്പോൾ അവരിങ്ങനെ വിളിച്ച് പറഞ്ഞു, അന്ന് ഈ പറയുന്ന മൊബൈൽ ഡിവൈസ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഫോണിലൂടെ കിട്ടിയ ഒരു വിവരം അനുസരിച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ അടുത്തൊരു KSRTC ബസ്സിൽ നമ്മൾ അവിടെ ചെല്ലുകയും, അന്ന് ഞാൻ തിരുവനന്തപുരത്താണ് ആ സമയത്ത് ചെല്ലുകയും, അത് കിട്ടിയപ്പോൾ തന്നെ തവളയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാതെ 2 കഷ്ണമായി പോയൊരു രണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വലിയ വലിയ ക്യൂരിയോസിറ്റി ആയി. പിന്നെ അങ്ങനെ ഒരു 1.5 വർഷത്തോളം നമ്മൾ ഇത് വരുന്നത് ഒരാഴ്ച 2-3 ദിവസം മാത്രമാണ് മണ്ണിലടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ഇത് താമസിക്കുന്നത് മണ്ണിലടിയിലാണ്. ആഴ്ചയിലോ അതോ വർഷത്തിൽ? അതിനുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇതിനൊരു പുതിയ പേര് കൊടുത്ത മാവേലി തവള. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം മണ്ണിന് മുകളിലേക്ക് വരികയും ഇണചേർന്ന് മുട്ടയിട്ട് വീണ്ടും മണ്ണിനടിയിലേക്ക് പോവുകയും. മുട്ടയിടുന്നത് മണ്ണിന് പുറത്താണ്. ചെറിയ, അതായത് ഇതൊരു സാധാരണ മുട്ടയിടുക അങ്ങനെ ഒരു അല്ല. കാരണം എല്ലാ തവളകളും കേരളത്തിലുള്ളത് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിലുള്ളത്, ഇന്ത്യയിലുള്ള തവളകളെല്ലാം മഴ തുടങ്ങിയതിന് ശേഷമാണ് മുട്ടയിടുന്നത്. ഇതെന്ന് പറയുന്നത് മഴയ്ക്ക് തൊട്ട് മുമ്പ്, അതായത് ആ ഉഷ്ണം ഇങ്ങനെ നല്ല ചെറുമഴ ഉണ്ടാകുന്ന സമയത്ത്, ആ മഴ ജസ്റ്റ് തുടക്ക സമയത്ത് ആണ് ഇത് മുട്ടയിടുന്നത്. അത് വളരെ ചെറിയ വെള്ളം എന്നാൽ മാത്രമേ കാണാം. അത് മതി. പിന്നെ അത് മുട്ടയിടും, അമ്മയും അച്ഛനും വീണ്ടും താഴെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോവുകയും, പിന്നെ ഈ തവളകൾ ഈ വാൽമാക്രിയെല്ലാം കഴിഞ്ഞ് ചെറിയ തവളകളായി മാറുമ്പോൾ ഈ തവളയും വീണ്ടും മണ്ണിലേക്ക്. അത് 45-50 ദിവസം കഴിഞ്ഞാൽ ഈ കുട്ടിയും കാരണം അവരുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെ മണ്ണിലേക്ക് പോകും. പിന്നെ ഇത് വലുതായിട്ടാണ് വീണ്ടും ഇത് ഇണചേരാൻ വേണ്ടി മാത്രമാണ് മണ്ണിന് പുറത്തേക്ക് വരുന്നത്. അല്ലാതെ വേറെ ഒരു പരിപാടിക്കും ഈ തവളയെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് മണ്ണിന്റെ അടിയിൽ കൂടാണോ അതോ മണ്ണിനടിയിൽ അത് കാരണം വെച്ചാൽ, കാരണം നമ്മുടെ പബ്ലിഷ് ചെയ്യാനുള്ള അടുത്ത് തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു പഠനം വരുന്നുണ്ട്. കാരണം ഈ മണ്ണിനടിയിൽ ജീവിക്കാനുള്ള കുറേ അഡാപ്റ്റേഷനാണ്. അതൊരു നമുക്ക് കരയിൽ ജീവിക്കുന്നതിന് നമുക്ക് വേണ്ടുന്നത് മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റണം, നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റണം, മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവണം. പക്ഷെ മണ്ണിലടിയിൽ താമസിക്കുകയും വളരെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തവളകൾക്ക് മെറ്റബോളിസം റേറ്റ് അവർ കുറയ്ക്കും. പിന്നെ അതിന് ശാരീരികമായിട്ടുള്ള അഡാപ്റ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ വളരെ നല്ലൊരു പ്രസിദ്ധീകരണം വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ തവള മണ്ണിനടിയിൽ ജീവിക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു വലിയൊരു 5 വർഷമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഒരു റിസൾട്ടുണ്ട്. കാരണം അതിൻ്റെ ഫിസിക്കൽ അഡാപ്റ്റേഷൻ മാത്രമല്ല, അതിൻ്റെ ബയോളജിക്കൽ അഡാപ്റ്റേഷനാണ് ഏറ്റവും ഭയങ്കര. ലോകത്ത് ഒരു തവളയും ഇതേപോലെ ഒരു ദിവസം മാത്രം മണ്ണിന് മേളിലേക്ക് വരികയും ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് മണ്ണിലടിയിലേയും ജീവിക്കുന്ന ലോകത്തിൽ തന്നെ ഒരേ ഒരു തവളയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കേൾക്കാൻ, അത് എങ്ങനെയാണ് മണ്ണിൽ അടിയിൽ ജീവിക്കുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് റിസോൾവ് ചെയ്തെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു പരിധി വരെ അടുത്ത് തന്നെ ഈ വർഷം അവസാനത്തോടുകൂടി നമ്മളത് ശാസ്ത്രീയമായിട്ട് അത് ഒരു ജേർണലിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. കാരണം ഇത് മണ്ണിലടിയിൽ കഴിയുന്നത് ചില സമയങ്ങളിൽ അതിന് ചെറിയ ഇൻസെക്റ്റല്ല, ഈ ടെർമൈറ്റ്സ് പോലുള്ള ആൻഡ് പോലുള്ള ജീവികളൊക്കെയാണ്. അതിൻ്റെ നാവെല്ലാം മറ്റ് തവളകളെക്കാൾ വ്യത്യാസമാണ്. കാരണം ഒരു ട്യൂബ് പോലെ ഇരിക്കുകയും എല്ലാ തവളകളുടെയും പുറകിൽ നിന്ന് മുന്നിലേക്ക് വരുന്ന ഈ നാസിക പെട്രാക്കസ് എന്ന് പറയുന്നത് നമ്മുടെ നാവ് പോലെ ബാക്കിലാണ് അതിൻ്റെ കണക്ഷൻ. അതായത് പുറത്തേക്ക് തള്ളി ആ ഇരയെ പിടിക്കാനുള്ളൊരു സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആന്തരികമായിട്ട് വരുന്ന അതിൻ്റെ ഈ വാസ്കുലർ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എങ്ങനെയാണത് ഈ പറയുന്ന 360 വർഷം അത്രയും ദിവസങ്ങളെ മണ്ണിനടിയിൽ താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നാസിക പെട്രാക്കസ്. അതുകൊണ്ട് മാത്രമല്ല, കാണാനൊരു തവളയല്ല, തവളയുടെ ടിപ്പിക്കൽ രൂപമല്ല, ഒന്നുമല്ല. കാരണം ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും നാസിക പെട്രാക്കസ് ഞാനിപ്പോൾ എവിടെ പോയി സംസാരിക്കുമ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു ഇരമ്പൽ ശബ്ദം നമുക്ക് ഓഡിയൻസിന് കേൾക്കാൻ പറ്റും. ആ ഒരു ശബ്ദം എല്ലാ തവളയും കാണിക്കുമ്പോഴും അങ്ങനെ ഒരു ശബ്ദം വരില്ല. കാരണം ഇതൊരു എന്താ പറയുന്നത്, എനിക്ക് പെക്യുലർ, അതൊരു ഭാഗ്യമായിട്ട് ഒരു നിമിത്തമായി അത് നേച്ചറിലൊക്കെ പബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത് കാരണം ഒരാളുടെ കഴിവ് മാത്രമല്ല, കാരണം അതിന് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് കിട്ടുന്നൊരു ഇതാണ്. അപ്പം അങ്ങനെ ഇത്
ഈ തവളയുടെ ഒരു ഫാമിലി എന്ന് മാത്രമല്ല, അത് ഇതിൻ്റെ കണക്ഷൻ, അതായത് സീഷെൽസ് പോലുള്ള ഇല്ലെങ്കിൽ ഗോണ്ടോന ലാൻഡ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ബയോട്ടിക് ഫെറി എക്സ്ചേഞ്ച് മോഡൽ ഒരു ജീവിയെ കൂടെ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റിയതിൻ്റെ പേരിലാണ് അതിന് നേച്ചർ പോലുള്ള വലിയ ജേണലുകൾ അത് പബ്ലിഷ് ചെയ്തത്. അല്ലാതെ ഒരു ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു സാധ്യതയില്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴാണ് അതിന് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ശ്രദ്ധിക്കപ്പെടുകയും ആൾക്കാർ സംസാരിക്കുന്ന ഒരു പബ്ലിക്. അതുകൊണ്ട് വേറൊരു കാര്യം കാരണം ഈ നാസിക പെട്രാക്കസ് ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്തത് എനിക്ക് മാത്രമല്ല, കാരണം ഇന്ത്യയിൽ ഗവേഷണം ചെയ്യുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ആത്മവിശ്വാസം കൂട്ടാനും ഇന്ത്യയിലെ ടാക്സോണമി എന്ന് പറയുന്ന വർഗീകരണ ശാസ്ത്രത്തിന് ഇത്രത്തോളം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ളൊരു അതൊരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷ്യസ് ആയിട്ട് ഇന്ന് പറയേണ്ടതാണ്. ഒരു പക്ഷേ അങ്ങനെയാണ് അതിന് എനിക്ക് ആ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അതിന് ശേഷമുണ്ടായ ഒരു മാറ്റം, ആ മാറ്റത്തിന് നാസിക പെട്രാക്കസ് വഹിച്ച പങ്ക് വലുതാണ്. കാരണം അതിന് ബിജുവല്ല, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെട്ട ആളല്ല, നാസിക പെട്രാക്കസിന് കിട്ടിയ ഒരു ലോകത്തിൻ്റെ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ശ്രദ്ധ ഇത്തരത്തിലുള്ള ഗവേഷണം ഇന്ത്യയിലും അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യാനുള്ളൊരു അതിനുശേഷം കണ്ട ഗ്രാഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വലിയൊരു പീക്കിലേക്ക് പോകുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കൗതുകം തീരുന്നില്ല, അതുകൊണ്ടാണ് ഇത് എത്ര ഡെപ്തിലാണ് പോയിട്ടാണ് ഇത് താമസിക്കുന്നത്? അത് രണ്ട് രീതിയിലാണ്. ഒന്ന് എന്ന് പറയുന്നത് അത് ഇണചേരുന്ന സമയം ഒരു മാസത്തിന് മുമ്പായിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ വ്യക്തമായൊരു നമ്പർ ഇല്ലെങ്കിൽ തന്നെ ഇത് മേളിലേക്ക് വരും. എന്നിട്ടും ഒരു 4 മാസം 3 മാസം ആ ഒരു ലെവലിൽ തന്നെ ഉണ്ടാവും. അല്ല നല്ല ചൂടാകുമ്പോൾ ഈ മണ്ണിന് അടിയിലേക്ക് പോകുന്തോറും ഇല്ലെങ്കിൽ ബൊറോസ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെയുള്ള മണ്ണിന് ഈർപ്പം ഉണ്ടാവും. അതാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഈ കിട്ടുന്നൊരു ഇല്ലെങ്കിൽ പുറമേയുള്ള മണ്ണ് നല്ല ചൂടാവുന്ന സമയത്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പും ഒപ്പം തന്നെ അതിന് ബാഹ്യമായിട്ടുള്ള കുറേ ആന്തരികമായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ 18 അടി വരെയുള്ള താഴ്ചയിലാണ് ഏറ്റവും അത് ഞാനല്ല കണ്ടെത്തിയത്, ഒരു കിണർ കുഴിക്കുന്ന ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ തവളയ്ക്ക്. ഇത്തവണ നമ്മൾ ശബ്ദമുണ്ട്, നമ്മൾ കുഴിച്ച് പോകും തോറും ഇതും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഡിസ്റ്റർബൻസ് കാരണം ഇത് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മളിതിനെ ഇങ്ങനെ നമുക്ക് ഈ പുറമേ ഏതെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ പണ്ട് നോക്കുമായിരുന്നു. ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ 4 വർഷമോ 5 വർഷമോ ആയിട്ടുള്ള ഈ സാധനം 1 ദിവസം 2 ദിവസമൊക്കെ പുറത്തേക്ക് വരും എന്നുള്ളത്. അതിനു മുമ്പ് ഈ 2003 ഞാനിത് പ്രസിദ്ധീകരിക്കുന്നത്. ആ സമയത്ത് ആർക്കും അറിയില്ല ഇത് വരുന്നത് 1 ദിവസത്തേക്കാണെന്ന്. ഞങ്ങളെല്ലാം ഇത് കാണാനായിട്ട് പോയിട്ട് ഈ ഏലത്തോട്ടത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവർ പറയുന്നത് പുതുമഴ പെയ്യുമ്പോഴത്തേക്ക് വരുന്നതാണ്. അങ്ങനെ അവർ കിട്ടുന്ന ഒരു ഇൻഫർമേഷനിലാണ്. കൂട്ടത്തോടെ ആണോ ഇത് പലപ്പോഴും ഈ ഇടുക്കിയിലെ പല ഭാഗങ്ങളിൽ ഇത് കൂട്ടത്തോടെയാണ് വരുന്നത്. കാരണം ഒരു മഴ തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം ഒരു പേര് വന്നു കഴിഞ്ഞാൽ ആ രാത്രിയിൽ ഒരു 10-15 പേരെങ്കിലും പുറത്തേക്ക് വരും. ഒരു ഹോളിൽ നിന്നല്ല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അത് പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ പുറത്തു വന്നതിന് ശേഷമാണ് പേരിനെ കണ്ടെത്തുന്നത്. അതല്ല, അത് ഇപ്പോഴും ഒരു ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റുന്ന നമ്മുടെ ഒരു പ്രസിദ്ധീകരണത്തിലൂടെ പറയാൻ പറ്റുന്നില്ല. സാധാരണ പല തവളകളും ഞാൻ 2, 3, 4 പ്രാവശ്യം ആണും പെണ്ണും മണ്ണിന് അടിയുന്നത് തന്നെ പേരായിട്ടാണ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ഒരു ഡിസ്പ്യൂട്ടാണ്. കാരണം പല ആൾക്കാരും പറയുന്നത് മണ്ണിന് പുറത്തേക്ക് വന്നിട്ട് ആണ് പെണ്ണിൻ്റെ മുകളിലേക്ക് പോകുന്നെന്നും പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെയും കണ്ടിട്ടുണ്ട്. അത് പക്ഷേ അകത്തുനിന്ന് വരുന്ന സമയത്ത് ഡിറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും. പക്ഷേ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് മണ്ണിന് അടിയുന്നത് തന്നെ ഈ വെള്ളത്തിനോടൊപ്പം ഈ ഒഴുകുന്ന വെള്ളത്തിനോടൊപ്പം പൊട്ടിയിട്ട് പുറത്തേക്ക് വരുന്ന ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇത് കുഴിയുണ്ടാക്കി പുറത്തേക്കും വരികയും ചെയ്യും, അകത്തേക്ക് പോവുകയും ചെയ്യും. ഇത് ബാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് മുന്നിലൂടെയല്ല. ഈ മൂക്കിങ്ങനെ നീണ്ടിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാർട്ടിലേജനസ് ബോൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മൂക്ക്. നാസിക എന്ന് പറയുന്നത് തന്നെ നാസിക എന്ന് പറയുന്ന സംസ്കൃതം വാക്കിനാണ് നാസിക പെട്രാക്കസ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ കാരണം അതിന് തമാശയുടെ പറയണമെങ്കിൽ ഞാനന്ന് യൂറോപ്പിലൊരു യൂണിവേഴ്സിറ്റിയിലെ PhD എടുക്കുന്ന സമയമാണ്. എൻ്റെ PhD ഗൈഡിനൊക്കെ വളരെ താല്പര്യം കുറവായിരുന്നു അങ്ങനെ ഒരു പേര് കൊടുക്കുന്നത്. കാരണം അന്ന് നമ്മൾ ഈ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലാറ്റിനേക്കാളും എല്ലാം പഴകിയ അപ്പം ലാറ്റിൻ ഇത്രയും പോപ്പുലർ ചെയ്യപ്പെട്ടത് ടാക്സോണമിസ്റ്റാണ്. ലാറ്റിൻ നെയിം വരുന്ന ഡെഡ് ലാംഗ്വേജിനെ മാത്രമേ അങ്ങനെ പേര് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അതായിരിക്കും. അതുകൊണ്ടാണ് ലാറ്റിൻ എപ്പോഴും കാരണം ബൈനോമിയൽ നോമൻക്ലേച്ചർ തുടങ്ങുമ്പോൾ തന്നെ സോളജിക്കാർക്കും ബോട്ടണിക്കാർക്കും
ഈ ലാറ്റിൻ ആണ് അതിന് വേണ്ടിയിട്ട് ലാറ്റിനൈസ് വെർഷൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതായത് ആ വാക്കിന് പിന്നീട് മാറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഡെഡാണ് സാർ. ആ ലാംഗ്വേജ് അവിടെ നിൽക്കുകയാണ്. സംസ്കൃതം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ്. സംസ്കൃതം അതിനേക്കാളും പഴക്കമുള്ള, അതിനേക്കാളെന്ന് പറയാൻ പറ്റുന്നത് ഒരു അതിശോക്തിയാണെങ്കിൽ തന്നെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലേക്ക് എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു മറ്റു ആൾക്കാർ പറയുന്ന പോലെയല്ല. കാരണം ഐ എം സോ ഹാപ്പി ടു ടേക്ക് ദ സാൻസ്ക്രിറ്റ് വേർഡ് ടു നെയിം ദ സ്പീഷീസ്. അങ്ങനെയാണ് അവസാനം നമ്മൾ നാസിക എന്ന് പറയുന്നത് മൂക്ക് എന്ന് പറയുന്നത് ബെട്രാക്കസ് എന്ന് പറയുന്നത് ഗ്രീക്കിൽ തവളയ്ക്ക് പറയുന്ന ഒരു പേരാണ്. അപ്പോൾ ബെട്രാക്കോളജി എന്നാണ് ഈ തവള കുറിച്ച് പഠിക്കുന്ന ശാഖയെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് വാക്കുകളുടെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നാസിക ബെട്രാക്കിഡെ അല്ലെങ്കിൽ നാസിക ബെട്രാക്കസ് എന്ന് പറയുന്ന ജീനസിന് നമ്മൾ പേര് കൊടുക്കുന്നത്. പിന്നെ സഹ്യാദ്രിൻസ് എന്ന് പേര് കൊടുക്കാനുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ സഹ്യാദ്രി മൗണ്ടൻസ് എന്ന് പറയുന്നത്, സഹ്യാദ്രി എന്ന് പറയുന്നത് സഹ്യാദ്രി മാത്രമല്ല, അത് മൊത്തം വെസ്റ്റേൺ ഗട്ട്സിൻ്റെയും കൂടെ ഒരു സഹ്യാദ്രി എന്നൊരു സ്ഥലമുണ്ട് മഹാരാഷ്ട്രയിൽ. അതുകൊണ്ട് മാത്രമല്ല മൊത്തത്തിലുള്ള അന്ന് നമ്മൾ പറയുന്ന സമയത്ത് കട്ടപ്പനയിലുള്ള ചെറിയ സ്ഥലത്ത് നിന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് ഈവൻ പത്തനംതിട്ട, ഇടുക്കി, ഈ പറയുന്ന തൃശ്ശൂർ ജില്ലകളിൽ അവിടെ എല്ലാം, കോട്ടയം, ഇല്ല മലബാറിലേക്ക് അത് എനിക്ക് തോന്നുന്നത് സാധ്യത ഇല്ലാതെയില്ല. കാരണം അങ്ങോട്ട് പക്ഷേ പത്തനംതിട്ടയ്ക്ക് ഇപ്പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യത. അപ്പോൾ അത് പാലക്കാട് രണ്ട് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിന് രണ്ട് ഗ്യാപ്പുകളാണുള്ളത്. ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെങ്കോട്ട ഗ്യാപ്പും മറ്റൊരു ഗ്യാപ്പ് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു 20-28 കിലോമീറ്ററിനേക്കാളും കൂടുതൽ അങ്ങനെയുള്ളൊരു ഒരു ബാരിയറുള്ള സാധനമാണ്. പക്ഷേ ചെങ്കോട്ട ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെറുതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെ സാധ്യത കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ തന്നെയും തവളകളുടെ ഗവേഷണത്തിൽ പറയാൻ പറ്റുന്നത് ഈ ഗ്യാപ്പുകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇതിനെക്കുറിച്ച് വലിയധികം പബ്ലിക്കേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഗ്യാപ്പുകൾ തവളകൾക്കും മാത്രമല്ല പല ജീവികൾക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്നാൽ തന്നെയും ഈ പറയുന്ന ഇടുക്കി എനിക്ക് തോന്നുന്നില്ല ആ ഭാഗത്തേക്ക് പോവില്ല. അതിന് താഴേക്കുള്ളൊരു പോയിക്കൊണ്ടേക്കൊന്നുമില്ല. കാരണം ഇപ്പം നമ്മൾ പുതിയൊരു നാസിക ബെട്രാക്കസിൻ്റെ സ്പീഷീസ് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കൂടെ ഒരു ബോർഡർ ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയും പുതിയ സ്പീഷീസുകൾ, ഇതേ സ്പീഷീസ് ഒരു പക്ഷേ ഒരു വൈഡായിട്ട് കേരളം മൊത്തം ഡിസ്ട്രിബ്യൂട്ട് സാധ്യത കുറവാണ്. കാരണം അത് ഇതിൻ്റെ ഒരു ബയോജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. അതിനകത്ത് ചില സ്പീഷീസുകൾക്ക് ഒരേ സ്ഥലത്ത് മാത്രം ഐസൊലേറ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനേ പറ്റൂ. അത് വേറെ സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് പാറ്റേൺ വളരെ കുറവായിരിക്കും. ഈ തവളകളുടെ വെറൈറ്റി ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന എണ്ണമറ്റ ഉണ്ടല്ലോ. പക്ഷെ അതിലെ ഓരോ ഇതിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ട് മാത്രം കാണപ്പെടുന്ന സംഗതികളും ഉണ്ട്. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥയുടെ സൂക്ഷ്മമായിട്ട് മൈക്രോ ലെവലിൽ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം കൂടിയാണല്ലോ അത് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ തരത്തിലുള്ള കണക്ഷനെയും പഠിക്കാനുള്ളൊരു ഉപാധി എന്നുള്ള രീതിയിലും അതിൻ്റെ ഒരു സർവൈവൽ എന്നുള്ള രീതിയിലൊക്കെ എത്രത്തോളം പ്രധാനമാണ് ഇത്തരം പഠനങ്ങൾ ഒരു മൊത്തം ശാസ്ത്ര ലോകത്ത്? അതായത് ഏറ്റവും ലോക്കലൈസ്ഡ് ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയെ പോലും നമ്മൾ ഇങ്ങനെ ഐഡന്റിഫൈ ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താ? കാരണം തവളകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തുള്ള എല്ലാ കോണ്ടിനെൻസിലും തവളയുണ്ട് എക്സെപ്റ്റ് അന്റാർട്ടിക്ക, ഗ്രീൻലാൻഡ്. അതുകഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വളരെ വ്യാപിച്ച് കിടക്കുന്ന മണ്ണിനടിയിലും മണ്ണിന് പുറമേയും കനോപ്പിയിലൊക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഇതാണ്. അപ്പം ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ഇതിനെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. പക്ഷേ ഞാൻ രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അതിനെ ഒരിക്കൽ പോലും ഒരു ജീവി ഇല്ലെങ്കിൽ കാരണം അത് ഒരു പോളിസിയുടെ ഒരു പ്രശ്നമാണ്. കാരണം ഇന്ത്യയിൽ ഉള്ളൊരു കാരണം പല രാജ്യങ്ങളും ഇന്ന് ഈ കൺസർവേഷൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. കാരണം കൺസർവേഷൻ എന്ന് പറയുന്നത് സ്പീഷീസിനെ മാത്രം കൺസർവ് ചെയ്യുകയല്ല, മറിച്ച് ഒരു എക്കോസിസ്റ്റത്തിനെ കൺസർവ് ചെയ്യണം എന്ന് പറയുന്നൊരു അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റാണ്. ആ ആർഗ്യുമെൻറ്റിനെ കാണാതെ ഇന്ന് ഇന്ത്യയിലുള്ള കൺസർവേഷൻ്റെ റിസോഴ്സുകളും അല്ലെങ്കിൽ കൺസർവേഷൻ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് 4-5 ജീവികളെ മാത്രം സംരക്ഷിക്കുകയും ബാക്കിയുള്ള സംരക്ഷണമെല്ലാം പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്നു. കാരണം ഒരു ജീവിയെ സംരക്ഷിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ ജീവിയെക്കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനമാണ്. കാരണം അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ US പോലെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം ഒരു ഫിഷിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടാനകോടി ഡോളേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ വലിയൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിരുന്നു. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് അവർ കൺസർവ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു സ്പീഷീസ് അവർ കൺസർവ് ചെയ്യേണ്ടിയിരുന്നത് വേറൊരു പോപ്പുലേഷനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഠനങ്ങൾ എപ്പോഴും
എല്ലാ സ്ഥലത്തും, അത് കേരളം ഇല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാഡ്സിനെയും പോലുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ പഠനങ്ങൾക്ക് എപ്പോഴും നമ്മൾ വളരെ കുറച്ച് ഫണ്ടും. ഇപ്പം നമ്മളൊരു കാരണം ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരു ഫണ്ടിങ് ഇല്ലാതെ ഒരു ഗവേഷണം നടക്കില്ല. കാരണം ഫണ്ടില്ലാത്തൊരു ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രയാസമാണ്. ഒരു തവളയിലോ പാമ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ നമ്മളതിനെ പറയുന്നത് നെഗ്ലക്റ്റഡ് ഗ്രൂപ്പ് എന്നാണ്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കൊന്നും വലിയ സാധ്യതയില്ല. പക്ഷെ അതേസമയം നമ്മൾ പക്ഷിയിലോ പൂമ്പാറ്റയിലോ ഇല്ലെങ്കിൽ വലിയ വലിയ മൃഗങ്ങളിലുമൊക്കെ മാമൽസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാസ്സായി കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയത്ത് ഈ പറയുന്ന കൺസർവേഷൻ നടത്തണമെങ്കിൽ നമ്മൾ എന്തിനെയാണ് കൺസർവ് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തിനാണെന്നും അത് എന്തുകൊണ്ടാണ്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഈച്ച് ആൻഡ് എവറി കോർണർ വി മേ നോട്ട് ഏബിൾ ടു കൺസർവ്. ദാറ്റ് ഇസ് ട്രൂത്ത്. കാരണം വി ആർ ഇൻ എ വെരി ഡിഫറെൻറ്റ് ഹ്യൂമൻ സെൻറ്റേർഡ് മനുഷ്യനെ മാത്രം വെച്ചിട്ടുണ്ടാവുന്നൊരു നമ്മുടെ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ളൊരു ചെറിയ സംസ്ഥാനം. എല്ലാവരുടെ വീട്ടിൻ്റെ മുറ്റത്തും ഒരു എയർപോർട്ട് വരണം. അതായത് ജില്ലകൾ തോറും എയർപോർട്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു. അപ്പോൾ അതിന് വരുന്ന സ്ഥലം ഒരു ബസ് സ്റ്റാൻഡിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ഥലമല്ല അക്യൂർ ചെയ്യപ്പെടുന്നത്. പലപ്പോഴും വലിയ തണ്ണീർത്തടങ്ങളും ഇല്ലെങ്കിൽ വലിയ വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിന് കൺസർവ് ചെയ്യണം, എങ്ങനെ കൺസർവ് ചെയ്യണമെന്ന് പഠിക്കണമെങ്കിൽ ഒരു ജീവജാലത്തിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കണം. അത് എത്രത്തോളം വിരളമാണ്, എത്രത്തോളം എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ അതിന് ഗവേഷണം വേണം. ഒരു പക്ഷേ ഗവേഷണം ഏറ്റവും കുറച്ച് നടക്കുന്ന ജീവജാലങ്ങളാണ് ഇത്തരത്തിൽ വരുന്ന. ഇന്നല്ല, ഞാൻ പറയുന്നത് ഒരു 5 വർഷത്തിന് മുമ്പ്. ഇന്ന് തവളകളൊക്കെ വളരെ പ്രധാനപ്പെട്ട തവളകളാണെന്ന് കണ്ണൻ സെൻറ്ററിലുള്ള പ്രോജക്റ്റ്. കാരണം അത് ഒരു പക്ഷേ മീഡിയയും അല്ലെങ്കിൽ ഒരു പക്ഷേ ആൾക്കാരുടെ സംസാരമൊക്കെ വലിയൊരു പ്രാധാന്യം. അപ്പോൾ ഇപ്പോൾ തവളകൾ കൊടുക്കുന്ന പ്രോജക്റ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടായത് നമ്മുടെ പോലുള്ള ആൾക്കാരുടെ പഠനങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്നിന് അറിയാത്തിടത്തോളം കാലം നമുക്കൊരു കൺസർവേഷൻ നടക്കില്ല. എന്തിനെ കൺസർവ് ചെയ്യണമെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് കൺസർവ് ചെയ്യണമെന്ന് അറിയണം. എന്തുകൊണ്ടെന്ന് പറയുന്നത് ഒരു ജീവിയുടെ എണ്ണത്തിൽ വരുന്ന മാറ്റം ഇല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് ഒരു ജീവി എങ്ങനെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. ആ ജീവികളെ നമ്മൾ ആദ്യം സംരക്ഷിക്കണം. അതുകൊണ്ടാണ് IUCN പോലുള്ള സംഘടനകൾ 3 കാറ്റഗറി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആൻഡ് വൾണറബിൾ എന്ന് പറയുന്നതാണ് ത്രിട്ടൺ കാറ്റഗറി. ആ വരുന്ന സ്പീഷീസുകളെയാണ് ആദ്യം നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്നത് ഗവേഷണമാണ്. ഈ ഗവേഷണത്തിന് നമ്മൾ ഇപ്പോഴും കാരണം വിമുഖത കാണിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം അതിന് ഒരു പ്രയോറിറ്റിയോടുകൂടി ഇല്ലെങ്കിൽ നമ്മളതിനെ കാണാനുള്ളൊരു. അപ്പോൾ അതിനെ പറഞ്ഞ് ആദ്യം ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കൺസർവേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് ഒരു ജീവിയുടെ നിലനിൽപ്പിനെ എങ്ങനെ വംശനാശത്തിൽ നിന്ന് മാറ്റി സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് കൺസർവേഷൻ്റെ കോർ മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. പഠിക്കാത്തിടത്തോളം കാലം നമ്മളൊരു തെറ്റായ ഒരു തീരുമാനത്തിൽ ഒരു തെറ്റായ സ്പീഷീസിനെ കൺസർവ് ചെയ്യുകയും ശരിക്കും കൺസർവ് ചെയ്യേണ്ട പല സ്പീഷീസുകളും കൺസർവേഷൻ പരിധിയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റിസർച്ചിനെ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്യുകയും അതിന് 2 കാര്യങ്ങളാണ്. ഇന്ത്യയും വികസിത രാജ്യങ്ങളും ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ന് ചെയ്യുന്ന ഗവേഷണം അവരുടെ ജീവജാലങ്ങൾ അവർ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിയ രാജ്യങ്ങളാണ്. അവർക്കിന്ന് വേറൊന്നും പഠിക്കാനില്ല. അപ്പോൾ അവർ വളരെ ഫാസ്റ്റായിട്ട് അവരുടെ ഏരിയ മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യയെ പോലുള്ളൊരു ട്രോപ്പിക്കൽ രാജ്യം ഇന്നും നമ്മുടെ ജീവജാലങ്ങളുടെ എൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു 45-50% ജീവികളെക്കുറിച്ച് ഇന്ന് നമുക്ക് യാതൊരു വിവരമില്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ. അതിന് യാതൊരുവിധ ഒരു ഞെട്ടലോടുകൂടി കേൾക്കേണ്ട കാര്യമല്ല. കാരണം ഇന്ത്യയിലുള്ള ഒരു മിനിമം 40% ജീവജാലങ്ങളെ ഇന്നും കണ്ടെത്താത്ത ഒരു രാജ്യമാണ്. എന്നിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പാണ് നമ്മളും അതിലേക്ക്, അതായത് വെസ്റ്റേൺ വേൾഡ് ചെയ്യുന്ന അതേ ഗവേഷണത്തിലേക്ക് നമ്മൾ വളരെ ജീനോം ലെവലിലേക്കും ജീനോമിക് ഐ എം നോട്ട് സെയിങ് ജീനോമിക് റിസർച്ച് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സോ മെനി വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. അറ്റ് ദി സെയിം ടൈം വി ഹാവ് ടു കാരണം പറഞ്ഞു വെക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും ആയിട്ടില്ല. കാരണം ഇന്ന് നേപ്പാളിൽ അവർക്കൊരു ഫ്ലോറയും ഫോണയൊക്കെ അത് ചെറിയ രാജ്യമായതിൻ്റെ പേരിലായിരിക്കാം. നമുക്കിന്നും അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബ്രിട്ടീഷുകാർ ചെയ്ത് വെച്ച് പോയ ഫ്ലോറ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കോപ്പി ആണ് നമ്മളിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ലോക്കൽ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതുമായ ഒരു അപ്ഡേറ്റഡ് ചെക്ക് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ട ഒരു സാധനമാണ്.
നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എത്ര ജീവജാലങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് കണ്ടെത്തലാണ്. അതിന്റെ മിനിമം അത് ശാസ്ത്രീയമായി തന്നെ ചെയ്യണം. അല്ലാതെ ഒരു ആൾക്കാർ പോയി ടോർച്ചടിച്ച് നോക്കിയിട്ടോ അത് എവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറയലല്ല. അതിനെ ശാസ്ത്രീയമായിട്ട് പഠനം നടത്തി ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടായിട്ട് മാത്രമേ ഒരു കൺസർവേഷൻ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുവരെ നമ്മുടെ എല്ലാ കൺസർവേഷനുകളും തെറ്റായ ദിശയിലേക്കായിരിക്കും കൺസർവ് ചെയ്യുന്നത്. നമുക്കറിയില്ല. നമ്മൾ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് നോക്കിയാൽ മാത്രം മതി. ഞാനൊരു ഭൂതകാലത്ത് ഒരു കുറേ വർഷങ്ങൾ ഞാൻ ഗവേഷണം ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് നമ്മളെ പല സസ്യങ്ങളും ഇന്ന് ഒരിക്കൽ പോലും കണ്ടെത്താൻ സാധ്യതയുണ്ട്. അത് കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്രത്യക്ഷമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പറയുന്നത് നെയിംലെസ് എക്സ്റ്റൻഷൻ എന്നാണ്. കാരണം ഒരു ജീവിക്ക് പേര് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ജീവി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആദ്യം നമ്മളിതിനെ എന്താണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വെൽത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വെൽത്തിനെ എങ്ങനെ കൺസർവ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്നത് പോലെ ലോകത്തൊരു രാജ്യത്തിന് ഓഫ്കോഴ്സ് ആഫ്രിക്കയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, കാരണം ഞാനെപ്പോഴും ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഒരു ഇന്ത്യക്കാരനെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്നത് ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റിയാണ്. കാരണം ലോകത്ത് തന്നെ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത എല്ലാ ബ്രോഡ് ഹാബിറ്റാറ്റുള്ള ഒരു ചിലിയും ഇന്ത്യയുമാണ്. കാരണം നമുക്ക് ഡെസർട്ട് ഉണ്ട്, നമുക്ക് ഐസ് കവേർഡ് മൗണ്ടൻസ് ഉണ്ട്, നമുക്ക് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, നമുക്ക് ഡെസേർട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കുള്ള എല്ലാ ആവാസ വ്യവസ്ഥയും വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഇത്തരത്തിലുള്ളൊരു പഠനം നടത്താനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്തുകൊണ്ടാണ് ലോകത്തിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് കൊളാബറേഷന് സാധ്യത ആരായുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ വലിയൊരു കലവറയായതിൻ്റെ പേരിലാണ്. അതിനൊരു ആളുകളെ ഇപ്പോൾ പൊളിറ്റിക്കൽ വിൽ ഇതിൻ്റെ പുറത്ത് ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്ന കാരണം എന്താ വെച്ചാൽ ഇത്തരം പോളിസി മേക്കേഴ്സ് അവരെ സ്വാധീനിക്കുന്ന പുറത്തു നിന്നുള്ള ഘടകങ്ങളൊക്കെ ഇതിനെ കാണുന്ന ഒരു രീതി വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ സോ വാട്ട് എന്നുള്ളൊരു സംഗതി ഉണ്ട്. ഹ്യൂമൻ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യയശാസ്ത്ര പ്രശ്നം മാത്രമായിട്ടല്ല, അതിനെ അങ്ങനെയാണ് ഉള്ളിലേക്ക് എടുത്തേക്കുന്നത്. അത് പോയാലിപ്പോൾ എന്താ, ഇപ്പൊ സിംഹവാലൻ കുരങ്ങ് പരിഹസിക്കപ്പെട്ട പോലെ വേറൊന്നും കേരളത്തിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ പരിഹസിച്ച് മാറ്റി നിർത്തി അങ്ങനെയാണല്ലോ ചെയ്യണത്. ഏറ്റവും സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ ഒരു സൈക്കിളിനകത്ത് നമ്മളെപ്പോലെ തന്നെ പ്രധാനമാണ് എന്ന് എന്തുകൊണ്ടായിരിക്കാം അതിൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തിരിച്ചൊരു ഉത്തരവാദിത്തമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾ ഇത്തരം വർക്കുകളൊക്കെ നടത്തും, പക്ഷെ അത് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ടോ സാധാരണ മനുഷ്യരുമായിട്ടോ കമ്മ്യൂണിക്കേഷൻ ഒരു അവബോധം എന്നുള്ള രീതിയിൽ വെറും അത് മാത്രമല്ല ഞാൻ അത് എങ്ങനെ സാധ്യമാക്കുന്ന തോന്നിയിട്ടുള്ളത്. അതിന് രണ്ട് പ്രശ്നമാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം പറയുന്നത്, കാരണം നമുക്കൊക്കെ പ്രാപ്യമല്ല ഇവരാരും. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ, എന്നെപ്പോൾ ഒരാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ ആളില്ലെങ്കിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇല്ലെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ വില്ലുള്ള അല്ലെങ്കിൽ പവറുള്ള ഒരാൾ നമ്മളെ കേൾക്കാനുള്ളൊരു മനസ്സ്. പക്ഷേ അതേസമയം വീണ്ടും പഴയ പല്ലവിയിലേക്ക് തന്നെ വരികയാണ്. കാരണം ഒരു ആനക്കാരൻ വന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കടുവക്കാരൻ വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയായിട്ട് റിസീവ് ചെയ്യും. അവർക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റിയോടുകൂടി അവരുടെ ചർച്ചയ്ക്ക് വിളിക്കും. അവർ വന്ന് കൺവിൻസ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് 1 മണിക്കൂർ വേണ്ടി വരില്ല. ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. അതിനെ നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ ബോറായിട്ട് തോന്നുമെങ്കിൽ തന്നെയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയുന്നതിൻ്റെ പേരിലാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് അല്ലെങ്കിൽ 20 വർഷത്തിന് ഒരു വിൻഡോയിൽ ഇന്ന് ഇന്ത്യയിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈ ചെറുജീവികളെ കുറിച്ചിട്ടുള്ള പഠനത്തിനും ഇത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല അതിനെ സഹായിക്കാനുള്ളൊരു തയ്യാറെടുപ്പുണ്ട്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മുടെ സാഞ്ചുറികൾ നോക്കുക. നമ്മുടെ സാഞ്ചുറികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതിന് 2 അല്ലെങ്കിൽ 3 ഒരു പക്ഷിസങ്കേതം മാത്രമാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വലിയ കടുവകളും ആനകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഒരു സാധനം. അല്ല കാരണം എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു തവളയ്ക്കൊരു സാഞ്ചുറി, അല്ലെങ്കിൽ തവളകളുടെ കേരളത്തിലുള്ള പല ഭാഗങ്ങളും ഏറ്റവും കൂടുതൽ തവളകളുടെ സാന്ദ്രതയിൽ എണ്ണത്തിലും മാത്രമല്ല, അതിൻ്റെ സ്പീഷീസിൻ്റെ എണ്ണത്തിൽ മാത്രമല്ല, അതിൻ്റെ പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടും ഏറ്റവും കൂടുതൽ വയനാട് അങ്ങനെയുള്ള പല ഭാഗങ്ങളും ഇന്ന് പലതും പ്ലാന്റേഷനാണ്. അവിടെ കാരണം 100-150 വർഷത്തെ പഴക്കമുള്ള പ്ലാന്റ്, അത് അവിടെയൊക്കെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ഈ തവളകൾ. അപ്പോൾ അത് പക്ഷേ ഈ പ്ലാന്റേഷൻ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതായിരിക്കില്ലല്ലോ അല്ലേ? ഇല്ല, അതിന് മുമ്പുള്ള തവളകളാണ്. തവളകൾ എപ്പോഴും ഏറ്റവും ലോകത്തെ അതാണ് ഈ തവളകളുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ മാസ് എക്സ്റ്റൻഷനും എല്ലാ ഡൈനസോഴ്സിനും മുമ്പായിട്ട്
ഭൂമിയിലേക്ക് വന്ന ജീവിയാണ്, വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വന്ന 400 മില്യൺ ഇയേഴ്സിന് മുമ്പ് വന്നൊരു ജീവിയാണ്. ഇന്ന് കാണുന്ന ജീവിയുടെ ആൻസിസ്റ്റേഴ്സാണ്, പൂർവികരാണ് ആദ്യമായിട്ട് കരയിലേക്ക് വരുന്നത്. തവള മാത്രമാണ് ഈ പറയുന്ന എല്ലാ എക്സ്റ്റൻഷൻസും കണ്ടിട്ടുള്ളത്. എല്ലാ മൃഗങ്ങളുടെയും ജീവികളുടെയും സൈബത്തൂർ ലയനായാണെങ്കിലും ഹോളി മാമൂത്ത് ആണെങ്കിലും ഈ പറയുന്ന ഡൈനോസേഴ്സ് എല്ലാം ആ ഭൂമുഖത്തിന് അപ്രത്യക്ഷമാകുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു ജീവിയാണ് തവള. He witnessed everything. And so he is the only person can say the story of land. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് മെറ്ററോളൈറ്റ്സ് വന്ന് പതിച്ചിട്ടാണ്, നമ്മുടെ ഉൽക്കകൾ വന്ന് പതിച്ചിട്ടാണ് ഈ പറയുന്ന എല്ലാ ജീവികളും, അങ്ങനെ പല തിയറികളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട തിയറി ഈ പറയുന്ന ഈ ഉൽക്കകളുടെ അങ്ങനെ വന്നിട്ട്. അപ്പോൾ എന്തുകൊണ്ട് തവളകൾ നശിച്ചില്ല എന്നൊരു ചോദ്യമാണ്. അതാണ് ഇതിന് മണ്ണിനടിയിൽ ഇല്ലെങ്കിൽ ഇതിന് എഫക്റ്റ് ചെയ്യപ്പെട്ട റേഡിയേഷൻ എഫക്റ്റ് ചെയ്യപ്പെട്ടാത്ത സ്ഥലങ്ങളിൽ ചൂട് സഹിക്കാനുള്ള, അല്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ വരുന്നൊരു അഡാപ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മുടെ എത്രത്തോളം നമ്മൾ അതിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാലും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് തവള. ഏതാണ്ട് 40, ഇന്ന് ഈ 2003 കണക്ക് 43% ആണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിരിക്കും, കുറവാൻ സാധ്യതയില്ല. 47% എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഏകദേശം ഒരു പകുതി 50% തവളകളിൽ നിന്ന് ലോകത്തിൻ്റെ ഭൂമുഖത്ത് നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വർഗീകരണം മാത്രമല്ല IUCN പോലുള്ള വലിയ സംഘടനകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത് ജീവിച്ചു പോകുന്നത് അതിനുള്ളൊരു കഴിവാണ്. സർവൈവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് തവളകളുടെ അഡാപ്റ്റേഷനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് വളരെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അത് ഏത് സ്ഥലത്ത് പോയിട്ടും ജീവിക്കാനുള്ളൊരു കുറേ തവള നശിച്ചു പോവുമെങ്കിലും ഒരു ചെറിയ പീരീഡിൽ ഒരു 50 വർഷമോ 100 വർഷമോ അടങ്ങുന്ന ഒരു ചെറിയ പീരീഡിൽ പോലും അഡാപ്റ്റേഷൻ വളരെ പ്രാപ്യമായ ഒരു ജീവജാലമാണ് തവളകൾ. തവളകൾ മരത്തിൻ്റെ പൊത്തിൽ, കാരണം പിന്നെ എലിവേഷൻ കുറയും തോറും അതിന് വേറെ എലിവേഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യത, അങ്ങനെ കുറേ അഡാപ്റ്റേഷനിൽ തവളയെ വെല്ലാനായിട്ടൊരു ജീവി ഇന്ന് ലോകത്തുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ മാത്രം പറയുന്നതല്ല, അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അഡാപ്റ്റീവ് റേഡിയേഷൻ അങ്ങനെ കുറിച്ചിട്ടുള്ള വലിയ വലിയ ശാസ്ത്രീയ പ്രബന്ധങ്ങൾ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റീപ്രൊഡക്റ്റീവ് മോഡ്സ്, അത് എങ്ങനെയെല്ലാം റീപ്രൊഡക്റ്റ് ചെയ്യാനുള്ളത് തവളയിൽക്കും ഫിഷും തവളയുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അതൊരു കാര്യം. അതിനുശേഷം ഈ അമ്മയും അച്ഛനും മുട്ടയിട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ സമയം മുട്ടയോട് ചെലവഴിക്കുന്നത് തവളകളുടെ പല സ്പീഷീസിലാണ്. കാരണം കൂടെ അപ്പം അതിനെ പരിശീലിപ്പിക്കാൻ അഡാപ്റ്റേഷനാണ്, അതിനൊരു അഡാപ്റ്റേഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം എത്രത്തോളം അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അങ്ങനെ ഉള്ളൊരു അഡാപ്റ്റബിലിറ്റിയിൽ തവളയെ ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാവപ്പെട്ട തവള ഇങ്ങനെ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. ഇതിന്റെ ഒരു ഹൈറ്റ് ഇപ്പൊ കനോപ്പിയിൽ ഉള്ള കുഞ്ഞു തവളകൾ തൊട്ടിട്ട് 18 അടി താഴെയുള്ള ഈ നസിക പെട്രാക്കസ് വരെ അതിന്റെ ഈ ലെയർ ഭീകരല്ലേ അല്ലേ? അതിനെ നമ്മളിങ്ങനെയാ കൗതുകത്തോടെ കാണുന്നത്. അത് പലപ്പോഴും നമ്മൾക്ക് ഇപ്പോഴും എനിക്ക് വീണ്ടും ഞാൻ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കനോപ്പിയിലെ തവള ആദ്യമായിട്ട് 2004 തോന്നുന്നു നമ്മൾ വയനാട് നിന്നൊരു അന്ന് ഫില്ലാട്ടസ്, അതായത് ഇപ്പോൾ റാവുചെസ്റ്റസ് ന്യൂറോസ്റ്റഗോണ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അത് കനോപ്പിയിൽ ഏതാണ്ട് 40 മീറ്ററോളം, അതായത് വളരെ വലിയ മരങ്ങളുടെ മുകളിൽ മാത്രം ഏറ്റവും ടോപ്പിൽ അവിടെ ഇരുന്നിട്ട് വെള്ളത്തുള്ളി മഴ ഇങ്ങനെ വെള്ളത്തുള്ളി താഴേക്ക് വീഴുന്ന പോലുള്ള ശബ്ദം. അത് ഒരിക്കൽ പോലും ഒരു തവളയാണെന്ന് പറയാൻ പറ്റില്ല ആൾക്ക്. ഏതോ ഒരു സിക്കാട പോലൊരു ജീവി ശബ്ദം ഉണ്ടാക്കുന്നത് ആണ്. ആൾക്കാർ അതിന് ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു തവളയെന്ന് വിചാരിക്കാൻ പറ്റില്ല. ജീവിയുടെ ശബ്ദം അത് അങ്ങനെ വെള്ളം വീഴുന്നത് പോലെ ഒരു വലിയൊരു വെള്ളത്തുള്ളി തവള എന്നാണ് അതിനെ പറയുന്നത്. വാട്ടർ ഡ്രോപ്പ് ഫ്രോഗ് എന്നാണ് അതിനെ ഇപ്പോൾ വിളിക്കുന്നത്. അത് വയനാട് ഭാഗങ്ങളിൽ മാത്രം കാണുന്ന മരത്തിൽ നിന്ന് വെള്ളം തുള്ളി താഴെ വീഴുമ്പോൾ കേൾക്കുന്ന അതേ ശബ്ദത്തോടു കൂടിയ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു തവളയാണ്. അപ്പോൾ അന്ന് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ മരത്തവള ഈ പറയുന്ന കനോപ്പിയിൽ കാണുന്ന തവളയായിട്ടാണെന്ന് ഞാൻ 2004 or 2005 അത് പബ്ലിഷ് ചെയ്യുന്നത്. അതിങ്ങനെ വയനാട്ടിലാണ് നമുക്ക് നല്ല സുഹൃത്ത് ബന്ധവും നല്ല നമ്മളെ സഹായിക്കുന്ന കുറേ ആൾക്കാരും ഒരു വ്യക്തി നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അയാളിൽ നിന്ന് കിട്ടിയ അറിവും അയാൾ നമ്മളെ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട് ഇത് കണ്ടെത്താനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പിന്നെ നമ്മൾ തന്നെ കണ്ടെത്തുകയും അങ്ങനെ ഒരു 3 സ്പെസിമെൻ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ മുകളിൽ കയറി. മുകളിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ കാണാൻ പറ്റില്ല. കാണിക്കാരുടെ ഏറ്റവും കൂടുതൽ സ്വാധീനം വരുന്ന അവിടെയാണ്. എൻ്റെ ജീവിതത്തിൽ കാണിക്കാരനോടൊപ്പം യാത്ര ചെയ്യുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ പറയുന്ന അഗസ്ത്യമല കാടുകൾ കാണുന്നത് അവരാണ്. പിന്നെ ഞാൻ എൻ്റെ കൂടെ വരികയും ഞാൻ അയാളുടെ പേരിലൊക്കെ തവളകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് നമ്മൾ പിടിക്കുകയും അങ്ങനെ കറണ്ട് സയൻസ് 2004 തന്നെ ഒരു പുതിയ
അതിന് നീറോ എന്ന് പറയുന്ന വെള്ളം എന്ന് പറയുന്നത് ലാറ്റിൻ പേരിലാണ്. നീറോ സ്റ്റഗോണ എന്ന് പറയുന്ന ഡ്രോപ്പ്. ഈ വെള്ളത്തുള്ളികളുടെ ശബ്ദം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ആ തവളയ്ക്ക് കൊടുത്ത പേരാണ് വാട്ടർ ഡ്രോപ്പ് ഫ്രോഗ് എന്നാണ് അതിന് ഇന്ന് ലോകത്ത് മഴത്തുള്ളി തവള എന്ന് പറയുന്നത്. മഴത്തുള്ളി തവളയാണ്. അത് അതിശയോക്തിയോട് കലർന്ന് പറയുന്നതല്ല. ഇപ്പം നമ്മളിങ്ങനെ രാത്രി കാലങ്ങളിൽ മഴ സമയത്ത് വയനാട്ടിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ കൽപ്പറ്റ മുതൽ എൻ്റെ വയനാട്ടിലും ഇപ്പോൾ പെരിയാറിൻ്റെ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഈ മരത്തിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ ശബ്ദം കേൾക്കുന്നത് ഈ തവള വിളിക്കുന്നതാണ്. ഈ വിളിക്കുന്ന സമയത്ത് വലിയ ബലൂൺ പോലുള്ളൊരു സാധനം അതിൻ്റെ കവളൊക്കെ പെരുക്കിയിട്ടാണിത്. നല്ലൊരു ഭംഗിയല്ലേ? നല്ല ഭംഗിയാണ്. അത് കാണുക അത്ര എളുപ്പമല്ല, പക്ഷെ നമ്മളിതിനെ കാണാൻ എളുപ്പമാണ് ഇപ്പോഴും. കാരണം വയനാട്ടിൽ ഈ തേയിലത്തോട്ടം വരുന്നതോടുകൂടി കോഫി തോട്ടങ്ങൾ അങ്ങനെ തേയിലത്തോട്ടങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ വലിയ മരങ്ങൾ ക്രോപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് ഷെയ്ഡായിട്ട് അപ്പോൾ അതിൽ ആണിപ്പം നമ്മളെ പോലുള്ള ഗവേഷകർക്ക് ഈ കാണാൻ നേരിട്ട് ഇപ്പോൾ ഒരു 6 അടി, ഇപ്പോൾ 10 അടി 15 അടി 20 അടിയൊക്കെ ഉയരത്തിൽ. മറ്റാണെങ്കിൽ വളരെ കനോപ്പിയിലേക്ക് പോകുന്ന തവളകൾ ഈ മരം വെട്ടിയും ആണ് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന പറയുന്നത്. അത് ഇന്ന് അവിടെ ജീവിച്ചു, അവിടത്തുള്ള മരപ്പത്തുകൾ മാത്രം മുട്ടയിട്ടിട്ട് ജീവിക്കാൻ പറ്റുന്നു. അതും കൂട്ടത്തോടെയാണ് ഉണ്ടാവുക. അത് ഈ പറയുന്നത് 2 രീതിയിലാണ് ലോകത്ത് തവളകളുടെ മുട്ടയിടൽ ഇണചിടൽ നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ ഒരു 10 ദിവസം വന്ന് മുട്ടയൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോകുന്ന തവളകളുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഒരു പ്രൊലോങ് പീരീഡിൽ. ഇതൊക്കെ പ്രൊലോങ് തവളകളാണ്. കാരണം ഒരു 4 മാസം കാലം കൂട്ടമായി വരികയും 4 മാസം നാട്ടിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കാണണമെങ്കിൽ വളരെ, കാരണം ഇതൊക്കെ വളരെ ഈ വേനൽക്കാലങ്ങളിൽ ഇതിന് കാണാൻ പറ്റില്ല. കാരണം ഇതിന് ആ ചൂട് അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഈ മണ്ണിന്റെ അടിയിലാണ് മരത്തവളകളെല്ലാം മരവും. പക്ഷേ ചില മരത്തവളകൾ മണ്ണിലേക്ക് കരിയിലയുടെ മറ്റേ അങ്ങനെയുള്ള ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യമായിട്ടേ കാട്ടിൽ പോയതെപ്പോഴാ? ആദ്യമായിട്ട് അങ്ങനെ എനിക്ക് വലിയൊരു, കാരണം ഞാൻ ആദ്യം എൻ്റെ കാട് യാത്ര ആരംഭിക്കുന്നത് ഈ പറയുന്ന ഗവേഷണത്തിനൊന്നുമല്ല. കാരണം എൻ്റെ ഒരു സുഹൃത്തിങ്ങനെ തന്നെ നമ്മുടെ ഒരു അതൊക്കെ സ്കൂളെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛൻ ഇങ്ങനെ മാറി മാറി ജോലി ചെയ്യുന്നൊരു, ഇപ്പം അച്ഛനൊരു ഒരു തുണിക്കടയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. അപ്പോൾ അന്ന് മടത്തറയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടിക്കാലം അച്ഛനോടൊപ്പം കടക്കിലെന്ന് പറയുന്നത് മടത്തറയും തമ്മിൽ ഏതാണ്ടൊരു 50 കിലോമീറ്റർ ഉള്ള ജന്മം കൊണ്ട് ഞാൻ ഒരു കടക്കിൽക്കാരനാണെങ്കിലും കൂടുതൽ സമയം എനിക്ക് മടത്തറ അച്ഛനോടൊപ്പം നിൽക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. അപ്പം മടത്തറ എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ എന്ന് പറയുന്നത് വലിയ കാടുകളാണ്. ആ സമയത്ത് അവിടെ വേട്ടക്കാർ, അപ്പം ഇങ്ങനെ പറയുക എന്നുള്ളത് ഭയങ്കര. അപ്പോൾ അവരുടെ യാത്രയെ എനിക്ക് കുട്ടിനാളിലെ, കാരണം ഞാൻ അന്ന് എനിക്ക് തോന്നുന്നൊരു 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ കൂടെ വലിയ അവർ ഈ വേട്ടക്കാർ പോകുന്ന വളരെ ഉൾക്കാടുകളിലേക്കാണ്. അവരോടൊപ്പം എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര, കാരണം അന്ന് അറിയില്ലേ ഇവനെ കൊല്ലുന്നതൊക്കെ ഭയങ്കര, നമുക്ക് വലിയ ഹരമാണ് ഇതിനെ വലിയ മൃഗങ്ങളെയൊക്കെ ആൾക്കാർ വെടിവെച്ച് കൊണ്ടുവരിക. അപ്പോൾ അന്ന് അക്കാലത്ത് അങ്ങനെ ഒരു അന്നും ധാരണയൊന്നുമില്ല. അതിനുശേഷം ഈ വളരെ കൃത്യമായ ഒരു ശാസ്ത്രീയ ബോധത്തോടു കൂടി കാടുകളിൽ പോകുന്നത് എൻ്റെ ആദ്യത്തെ PhD നടക്കുന്ന സമയത്താണ്. അന്ന് അവിടെയാണ്. അത് വെസ്റ്റേൺ പെനിൻസുലർ ഇന്ത്യയിലാണ് എൻ്റെ. അത് ആന്ധ്ര തുടങ്ങി വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമല്ല ആന്ധ്രയിലേക്കൊക്കെ പോയിട്ട് കാണുന്ന ഒരു കൊളാംബിപ്പൂ എന്ന് പറയുന്ന ഒരു സസ്യ കുടുംബമുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതായിരുന്നു എൻ്റെ PhDയുടെ തീസിസ്. അതിൻ്റെ വർഗീകരണവും അതിൻ്റെ കൺസർവേഷനെ കുറിച്ചുള്ളൊരു പഠനമായിരുന്നു എൻ്റെ തീസിസ്. അന്ന് കാടുകളിൽ ഇങ്ങനെ അന്ന് നമുക്ക് ഈ പറയുന്ന റിസോഴ്സസ് വളരെ കുറവാണ്. അന്ന് KFRA ഉള്ള പല സയൻറ്റിസ്റ്റുകളും എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരോടൊപ്പം യാത്ര ചെയ്യും, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം. അങ്ങനെയാണ് ഞാൻ കാടിനെ എനിക്ക് ഒരു ഹരമായി, അല്ലെങ്കിൽ കാടിനെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് തവള ഗവേഷണ സമയത്താണ്. കാരണം എനിക്ക് കാടിനെ കാരണം അത് ആൾക്കാർ പറയുന്നത് അങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് പ്രശ്നമായി. കാരണം എനിക്ക് ഭയങ്കര ഒരുപക്ഷെ കാടിൽ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇത്രത്തോളം എനിക്കിത്രയും, കാരണം ഞാൻ ഞാൻ ബെൽജിയത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത്, കാരണം ഭാഗ്യത്തിന് എന്നെ ഒരിക്കലും ഇൻ്റർവ്യൂ ഒന്നും കൂടാതെ എന്നെ വിളിച്ച് അവിടെ ഒരു അധ്യാപകനായിട്ട് നിയമിക്കാൻ. ആ സമയത്ത് നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് മഴ സമയത്ത് കാടുകളിൽ പോകാനുള്ള പെർമിഷൻ ഉണ്ടാവണം. ആ സമയത്ത് പഠിപ്പിക്കൽ നടക്കില്ല. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ എനിക്കൊരു ലാബ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ ലാബും ഒക്കെ തന്നതിന് ശേഷമാണ് ഞാൻ അവിടെ ബെൽജിയത്തിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റി. ആ സമയത്ത് ഒരു പക്ഷേ എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന കാടുകളിൽ പോകാനുള്ളൊരു സാധ്യതയും കുറവ്. കാരണം എനിക്ക് നോർത്ത് ഈസ്റ്റിലേക്കും നോർത്ത് ഇന്ത്യയിലേക്കും വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഡൽഹി, കാരണം ഞാൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം ഒതുങ്ങി. കാരണം എന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നോർത്ത് ഈസ്റ്റിലേക്കുള്ളൊരു എൻട്രിയാണ്. അതൊരു
കാരണം ഞാൻ ഇന്ന് കഴിഞ്ഞ 4 വർഷമായിട്ട് വെസ്റ്റേൺ ഗൾസിൽ വർക്ക് ചെയ്യുന്നില്ല. 5 വർഷമായിട്ട് എന്നെ ഒരു ഫീൽഡ് വർക്ക് നടത്തുന്നത്. കാരണം ഞാൻ 16 വർഷം എൻ്റെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയ സ്ഥലമാണ് വെസ്റ്റേൺ ഗൾസ്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് 62 വയസ്സ്. കാരണം ഇനി ഉള്ള സമയങ്ങളിൽ അങ്ങനെ ഒരു നമ്മുടെ ഒരു ഈ കാടുകളിൽ പോകാനായിട്ടുള്ള പറയുന്നത് ഏജ് ഒരു ഫാക്ടറാണ്. കാരണം നമ്മൾ കുറേ ചില സമയങ്ങളിലൊക്കെ 15-20 കിലോമീറ്ററൊക്കെ കാട്ടിലൂടെ നടക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സുകൊണ്ട് പോകണമെങ്കിലും ചിലപ്പോൾ ശരീരം കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റേൺ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. എനിക്ക് 2 PhD സ്റ്റുഡൻസ് അവിടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവരോടൊപ്പം അവരുടെ കൂടെ അവിടെയുള്ള ട്രൈബൽ ഒരു കമ്മ്യൂണിറ്റിയിൽ 2 ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ കൂടെ PhD ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഇപ്പോൾ അതാണ് എൻ്റെ കാട്. എനിക്ക് വലിയൊരു വളരെ വ്യക്തമായി എനിക്കൊരു ഭയങ്കര അഭിമാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ പ്രായത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു 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 ബ്ലെസ്സിങ് ആണ്. ഇന്ത്യയിലുള്ള എല്ലാ കാടും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു തവള മാത്രമല്ല, ഞാൻ ഇന്ത്യ കണ്ട ഒരു തവള ഗവേഷകനാണ്. അപ്പോൾ അതിനെനിക്ക് എനിക്ക് കാരണം യാത്ര ഭയങ്കര ഇഷ്ടമാണ്.